കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே எங்களுடைய அன்பின் வாழ்த்துதலை தெரியப்படுத்திக் கொள்கிறோம். നമുക്ക് ആദ്യമായിട്ട് ഒരു കുറിവാക്യം വായിക്കാം. முதலாவது நாம் ஒரு குருவசனத்தை வாசிப்போம். 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 1 யோவான் 4-ാം அதிகாரம் 4வது വസനവും 2 ദിനവൃത്താന്തം 2 നാளாകമം അത് വായിര്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഉങ്ങളിൽ இருக்கிறவர் உலகத்தில் இருக்கிறவர்களும் பெரியவர். 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിന്റെ 2 നാளாകമം 32-ാം அதிகாரம் 7-8 വാക്യം വായിക്കും. 7-8 വസനങ്ങളെ വാസിപ്പോ. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിപ്പിൻ. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ ഉള്ളവരിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവനോടുകൂടെ ഉള്ളവരിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവരോട് இருக்கிறவர்களை பார்க்கிலும் பெரிய ஒருவன் நம்மோடு. എസെക്കിയാ രാജാവ് എന്ന് പറയുന്നത് எசேக்கியா ராஜா என்று சொல்கிறவர் നമുക്കൊരു ഒരു നല്ല മനുഷ്യനായിരുന്നു. அவர் ஒரு நல்ல மனிதர். ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദയിൽ யூதாவிலே ചുരുക്കം പേര് മാത്രമേ ദൈവത്തിന്റെ മനസ്സിനൊത്ത രാജാക്കന്മാരായി വരുന്നുള്ളൂ. மிகவும் சுருக்கமான பேர்கள் தான் இறைவனுக்கு பிரியமானவர்களாய் அரசாட்சி செய்தார்கள். ബാക്കി അനേകരും மீதமுள்ள அநேகர் സ്വന്ത വഴി കൂടെ നടക്കുന്നവരാണ്. அவர்கள் தங்களுடைய சுய வழிகளில் நடந்தார்கள். അതിൽ 5-6 രാജാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് എസെക്കിയാ എന്ന് പറയുന്നത്. ஆண்டவருக்கு பிரியமாய் நடந்த 5-6 ராஜாக்களில் ஒருவர் தான் இந்த எசேக்கியா ராஜா. അപ്പോൾ ഇവിടെ ഈ രാജാവിന്റെ ഭരണകാലത്തിൽ இந்த ராஜாவுடைய ஆட்சியில் ആലയമെല്ലാം ശുദ്ധീകരിച്ച്, ஆலயங்களை அவர் சுத்திகரித்து, വിളക്കെല്ലാം തെളിയിച്ച്, விளக்குகளை வீச செய்து, വേലയെല്ലാം യഥാസ്ഥാനപ്പെടുത്തി, வேலையை சரியான முறையில் நடத்தி നല്ല രീതിയിൽ കൊണ്ടുവരുന്ന സമയത്തിൽ அவர் நல்ல முறையில் அதை செய்கிற நேரத்தில் പെട്ടെന്നാണ് ആരാമ്യ രാജാവായ സൻഹരീബ് തനിക്ക് നേരെ ആക്രമിക്കാൻ വന്നത്. அந்த நேரத்தில் சனகரிப்பு என்கிறதான ராஜா அவரை எதிர்க்க வந்தார். ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സത്യമാണ്. பக்தர்களை பொறுத்தவரையில் ஒரு காரியம் உண்மை, അവർ മറ്റുള്ളവരെ പോലെ അധികം ധൈര്യശാലികളല്ല. அவர்கள் மற்றவர்களைப் போல மிகுந்த தைரியசாலிகள் அல்ல. അവർക്ക് പ്രശ്നങ്ങളെ തീർക്കാൻ പെട്ടെന്നുള്ള ആക്ഷൻ ഉണ്ടാകത്തുമില്ല. பிரச்சனைகளை தீர்ப்பதற்கு திடீர் முடிவு எடுக்க എന്നാൽ முடியாது. അവർക്ക് ഒരു കാര്യം ചെയ്യും, അവർ ദൈവത്തെ ആശ്രയിക്കും. அவர்கள் ஒன்று செய்வார்கள், தேவனை சார்ந்து இருப்பார்கள். നമ്മളിൽ പലരും അങ്ങനെയാണല്ലോ. நாமும் அப்படியே. പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴഞ്ഞു നിൽക്കുന്നതായ സന്ദർഭങ്ങൾ വരാം. പ്രതികൂലങ്ങൾ വന്ന് அதற்கு என்ன செய்வதுன்னு தெரியாமல் நாம் திகைத்திருக்கிற நேரம் வரும். ലോകത്തിലെ മനുഷ്യരാണെങ്കിൽ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കാൻ അവർ കഴിയും. உலக மனிதர்கள் திடீரென்று நல்ல முடிவுகளை எடுத்து விடுவார்கள். ആത്മീയരായി മാറുന്തോറും നമ്മൾ വിചാരിച്ച പോലെ ധൈര്യം കുറയത്തേ ഉള്ളൂ. நாம் ആവിക്കുരികളാ മാറുന്തോറും നമുക്കുള്ള ഉലക പ്രകാരமான தைரியம் குறையும். പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടാറുണ്ട്. பிரச்சனைகளை பார்த்து நாம் பயம் அஞ்சுவோம். നമ്മുടെ ധൈര്യം, நம்முடைய தைரியம் നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് ഉള്ളവനേക്കാൾ വലിയവനാണ്. ஆனால் நம்முடைய தைரியம் என்பது அவர்களோடு இருப்பவர்களை பார்க்கலும் நம்மோடு இருக்கிறவர் பெரியவர். ആ ബലഹീനരായതുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. நாம் பலவீனமுடையவர்களாய் இருக்கிறபடினால் உபவாசமும் ஜெபமும் நடத்துகிறோம். ഇല്ലെങ്കിൽ നമ്മുടെ കൈക്കരുത്തും തന്നെയോടെ നമ്മൾ കാണിക്കാൻ പോകും. இல்லாவிட்டால் நம்முடைய சரீர பலனை நாம் வெளிப்படுத்துவோம். എനിക്ക് അതിനുള്ള പവറുണ്ട്, எனக்கு அதற்குரிய பலன் இருக்கிறது, എനിക്ക് ആളുണ്ട്, எனக்கு நிறைய ஆட்கள் இருக்கிறார்கள் ഇത് നമുക്ക് പറയാനില്ല. என்று நம்ம சொல்வதற்கு ஒன்றுமில்லை. അതുകൊണ്ടാണ് നമ്മൾ ഉടനെ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ஆகவேதான் நாம் தேவனை சார்ந்து அவரிடத்தில் ஜெபித்துக் கொண்டிருக்கிறோம். അങ്ങനെ എസെക്കിയാ രാജാവ് அப்படி எசேக்கியா ராஜா തനിക്കെതിരായ ശത്രുക്കൾ വന്നപ്പോൾ தனக்கு எதிராக எதிரிகள் வந்த பொழுது താൻ ആദ്യമായി ചെയ്തതാണ്, அவன் முதலாவது என்ன செய்தான்? അതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമേറിയ കാര്യം. அதுதான் மிகவும் விலையேறப்பெற்ற சத்தியம். 2-ാം വാക്യം മുതൽ വായിച്ച് 2வது വസനം 32-ന്റെ 2-ാം വാക്യം മുതൽ 32-ാം அதிகாரம் 2வது വസനത്തിൽ വാസിക്കും പൊഴുത്, സൻഹേരീബ് വന്ന് യെരുശലേമിനെ ആക്രമിപ്പാൻ ഭാവിക്കുന്നു എന്ന് യെസ്കിയാ കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന്, പട്ടണത്തിലെ പുറത്തുള്ള ഉറവുകൾ നിർത്തിക്കളഞ്ഞതാണ്. പട്ടണത്തിற்கு வெளியே இருக்கிறதான ஊற்றுக்களை அவர் தூர்த்து போட்டார். അവിടെന്താ പറയുന്നത്? அங்க என்ன சொல்கிறது? താഴെ വായിക്കുമ്പോൾ അശ്ശൂർ രാജാക്കന്മാർ വന്ന്, அசிரியா ராஜாக்கள் வந்து അനേകം വെള്ളം കാണുന്നത് എന്തിനാ? அதிக தண்ணீர்களை அவர் காண்பானேன். വായിച്ച വാക്യം, അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശ്ശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടുകളും വലിയ പാഠം പഠിക്കാനുണ്ട് കേട്ടോ. ഇതിലെ നാം ഒരു பெரிய பாடத்தை கற்றுக்கொள்கிறோம். നമ്മുടെ ജീവിതത്തിൽ ഒരു മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം, நம்முடைய வாழ்க்கையில நாம் மறைந்திருக்கிற ஒரு നമുക്കുള്ള കഴിവുകളും പ്രാപ്തികളും താലന്തുകളും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും വെളിപ്പെടുത്താൻ പോകുന്നു. நமக்கு இருக்கிறதான திறமைகளை நாம் தாளந்துகளை மற்றவர்களுக்கு முன்னதாக பிரசித்தம் பண்ணக்கூடாது. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ கலாத்தியர் 4-ாம் அதிகாரம் 6வது வசனத்தை வாசிக்கிறோம். അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം തരുന്നുണ്ട്. அப்போஸ்தலர் அதை குறித்து ஒரு கட்டளை கொடுக்கிறார். വായിച്ച് ഗലാത്യർ 6-ന്റെ 4. கலாத்தியர் 6:4.
ഓരോരുത്തൻ താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. ഓരോരുത്തരും താന്താതിന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. அவன் கிரியைகளை சோதித்து பார்க்க கடவன். എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്റെ പ്രശംസ മറ്റൊരുത്തിനെ കാണിക്കാതെ தன்னுடைய மேன்மை பாராட்டத்தை மற்றவர்களுக்கு தெரியப்படுத்தாமல் തന്നിൽ തന്നെ അടക്കി വെക്കും. തന്നെ തന്നെ അടക്കി വെക്കുക. அவன் தன்னைத்தானே அமர்ந்திருப்பான். ബുദ്ധിയുള്ള മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്. തങ്ങളുടെ മേന്മകൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. புத்தியுள்ள மனிதர்கள் அப்படித்தான் தங்களுடைய மேன்மையை மற்றவர்களுக்கு അല്ലാത്തവരാണ് തങ്ങളുടെ പ്രതാപവും മേന്മയും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. அது இல்லாதவர்களே தங்களுடைய மேன்மையும் பிரதாபத்தையும் வெளிப்படுத்துகிறார்கள். അവർ ആ വെളിപ്പെടുത്തുന്നതുകൊണ്ട് തങ്ങൾ വലിയവരാണെന്നൊരു തോന്നൽ വരികയാണ്. அப்படி அவர்கள் வெளிப்படுத்துகிறார்கள் தாங்கள் ஏதோ பெரியவர் என்று പക്ഷെ நினைக்கிறார்கள். അവരെ പരാജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് അവർ അറിയുന്നില്ല. அவர்கள் தோல்விக்கு நேராக போகிறது அவர்கள் ബുദ്ധിയുള്ള മനുഷ്യരെപ്പോഴും തങ്ങളെ തന്നെ മറച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. புத்தியுள்ளவர்கள் தங்களை மறைத்துக் கொண்டிருப்பார்கள். ഉള്ളവരെങ്കിൽ അവരില്ലാത്ത ഭാവം കാണിക്കും. அவர்கள் இருந்தாலும் இல்லாதவர்கள் போல் இருப்பார்கள். നാട്ടിലെ കാർന്നന്മാർ പറയും വല്ലാത്ത ഭാവത്തെക്കാളും ഇല്ലാത്ത ഭാവമാണ് നല്ലത്. பெரியவர்கள் ஊர்ல சொல்லுவார்கள் ஏதாவது வேண்டாத ஒரு ഇല്ലില്ല, പെരിയ ഭാവം, பெரிய ஒரு என்கிறதை காண்பிக்காமல் இல்லாதவரது காண்பிக்கிறது நல்லது. ചിന്ന അനുഭവത്തില് சின்ன அனுபவங்களை காட்டுவது நல்லது. അതാണ് ബുദ്ധിമാന്മാർ. அதுதான் புத்திசாலிகள். മറ്റവരെന്ത് ചെയ്യും? ഇവിടെ പട്ടിണിയാണേലും വെളിയിൽ നല്ല ഡ്രസ്സ് വിട്ട് ഭയങ്കരമായ സ്റ്റൈൽ നടക്കുന്നവരുണ്ട്. மற்றவர்கள் என்ன செய்வார்கள்? வீட்டிலே பட்டினியாயிருந்தாலும் வெளியிலே தங்கள் பாடோபடத்தை അവരുടെ காட்டுவார்கள். സംസാരങ്ങൾ കേട്ടാൽ വലിയ കുടുംബം മറ്റൊന്ന് മറിച്ചെല്ലാം പറഞ്ഞ് அவருடைய பேச்சை கேட்டால் ஏதோ பெரிய இடத்துல இருக்கிறது போல பேசுவார்கள். ഞാനൊരു സ്ഥലത്ത് ട്രാൻസ്ഫറായി ചെല്ലുമ്പോൾ நான் ஒரு இடத்துல மாற்றலாகி போகும்போது സീറോ മലബാർ ക്രിസ്ത്യൻപ്പെട്ട ഒരാള് சிறியன் மலபார் கிறிஸ்தவத்தை சேர்ந்தவர், പാലായിൽ ഒരു വലിയ കുടുംബക്കാരനാണ്. பாலாவில ஒரு பெரிய குடும்பத்தை சார்ந்தவர். എന്നെ കണ്ടപ്പോൾ താൻ പറഞ്ഞു ഞാനൊരു ആദിവാസിയാന്ന് പറഞ്ഞു. அவர் என்னை பார்த்த பொழுது நான் ஒரு ஆதிவாசி என்று சொன்னார். നോക്കണം, பாருங்கள். സാറിന് തിരിച്ചു പറയും ഞാൻ സുറിയാനിയാണ്, സീറോ മലബാറാണ്, ஆனால் പാലാ കത്തോലിക്കനാണെന്നൊക്കെ പറയേണ്ടവരാണ്. அவர் சொல்லலாம் நான் பாரம்பரியமாய் பெரிய குடும்பத்தை சேர்ந்தவன், கத்தோலிக்க சபையான் என்று சொல்லலாம். ഞാനൊരു ആദിവാസിയാന്ന് പറഞ്ഞു. அவர் சொன்னார் நான் ஆதிவாசி. അയ്യോ ചായ ഞാനൊരു അനാദിവാസിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാനൊരു അനാദിവാസിയാന്ന് പറഞ്ഞു. நான் சொன்னேன் நான் ஒரு அனாதிவாசி. അതെന്താന്ന് ചോദിച്ചു. அது என்ன என்று கேட்டார். അതേ വെച്ചുകൊണ്ട് ഞാൻ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. அதுதான் அப்பொழுது நான் அவரை இயேசு கிறிஸ்து குறித்து പിന്നീട് ആ മനുഷ്യൻ എന്നോട് വളരെ സൗഹാർദ്ദമായി. அவர் என்னிடத்தில் நட்பாயிருந்தார். பின்பு അറിവുള്ള മനുഷ്യർ ലോകത്തിലായിരുന്നാൽ പോലും உலக மனித அறிவுள்ளவர்கள் உலகத்தில் இருந்தாலும் ഞാൻ മറ്റൊരു സമ്പന്നരായ ഒരു വീട് പരിചയപ്പെടാനിടയായി. நான் ஒரு பெரிய பணக்கார வீட்டில் இருக்கிறவர்களுடைய அறிமுகமானேன். മേൽപ്പാടത്ത് വെച്ചാണ്. அது மேல்பாடம் ആ ദേശത്ത് ഏറ്റവും വലിയ ഫാമിലി, அந்த தேசத்திலே மிக பெரிய குடும்பம். ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. அவர் ஆர்த்தடாக்ஸ் குடும்பத்தார். തന്റെ സമ്പത്തും தங்களுடைய சொத்தை, തന്റെ ഐശ്വര്യവും தங்களுடைய ஐஸ்வர்யத்தையும் പ്രതാപവും பிரதாபத்தையும் വേറെ ആർക്കും ഇല്ല. வேற யாருக்கும் அந்த மாதிரி இல்லை. അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിരുന്നു. அவர் அங்கே உள்ள பஞ்சாயத்து பிரசிடண்டாகவும் இருந்தார். എന്നാൽ അദ്ദേഹം ഒരു പ്രയാസത്തിലായപ്പോൾ அவர் ஒரு கஷ்டத்திலான பொழுது തന്റെ ജോലിക്കാരൻ വിശ്വാസി എന്നോട് പറഞ്ഞു അച്ചായം പോയി ഞങ്ങളുടെ മുതലാളിയെ കാണണമെന്ന് പറഞ്ഞു. அங்க அவருடைய வேலைக்காரர் சொன்னார் அச்சாயம் எங்களுடைய முதலாளியை நீங்கள் பார்க்க வேண்டும். കാരണം ആത്മഹത്യയുടെ വക്കിലിരിക്കുകയാണ്. அவர் தற்கொலைக்கு நேராக இருக்கிறார். അപ്പൊ തന്നെ 10-40 ഏക്കർ സ്ഥലമുണ്ട്. அப்பொழுது 40 ஏக்கர் இடம் இருக்கிறது. 2 അംബാസഡർ കാർ പുതിയതുണ്ട്. 2 പുതിയ അംബാസഡർ കാർ இருக்கிறது. 2 പുതിയ ലോറിയുണ്ട്. 2 പുതിയ லாரிகள் இருந்தது. എല്ലാം സംഗതി ശരിയാ, പക്ഷെ സ്റ്റക്കായി പോയി. ஆனால் எல்லாம் இருந்தும் அங்கே அவர்கள் தடைபட்டார்கள். അപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചു, സംസാരിച്ചു. താൻ പുറത്തു വന്നു. ഏതായാലും കുറച്ച് നാളുകളിൽ തന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. அவர் அறைக்குள்ளே இருந்து அவரை போய் நான் வெளியே அழைத்து அவரிடத்துல பேசினேன். சிறிது நாட்கள் ഞാൻ ആ വീട്ടിൽ ചെന്നാൽ நான் அந்த வீட்டுக்கு യേശു പറഞ്ഞ പോലെ അരകെട്ടി താൻ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട് நான் அவர் அறை கட்டி அவர் பரிசீலனம் செய்வதை பார்த்த നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. நல்ல சாப்பாடு தயார் പക്ഷെ செய்து താനെ നമ്മൾ കഴിച്ചു തീരുന്നിടം വരെ ഇങ്ങനെ ദാസൻ നിൽക്കുന്നത് പോലെ നിന്ന് നമ്മളെ കഴിപ്പിച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടപ്പോൾ அதை நாம் புசித்து தீருமளவு ஒரு வேலைக்காரனை போல நம்முடைய பக்கத்தில் பவியமான വാസ്തവത്തിൽ പ്രിയരെ എനിക്ക് പോലും അത്രയും താഴ്മയില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു. உண்மையாகவே பிரியமானவர்களே எனக்கு அவ்வளவு தாழ்மை இல்லை என்பதை நான் உணர்ந்தேன். തൻ്റെ ഒരു നാച്ചുറൽ ക്യാരക്ടറാണത്. அவருடைய இயற்கையான சுவாபம் அது. അപ്പോൾ ഞാനിവിടെ ലജ്ജിച്ചു പോയി. நான் வெட்கப்பட்டேன். കാരണം അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട എനിക്കില്ലാത്തൊരു താഴ്മ തനിക്ക് കാണാൻ കഴിയും. ஞானஸ்நானம் பெற்ற அபிஷேகம் பெற்ற எனக்கு இல்லாத தாழ்மை அவருக்கு இருந்தது. അതാണ് അവരുടെ പേരൻസിൽ നിന്ന് കിട്ടിയ കുടുംബ മഹിമ. அதுதான் அவருடைய பெற்றோரிடத்தில் கிடைத்த குடும்ப மகிமை அவருக்கு. അമ്മയും ആ സമയത്തുണ്ടായിരുന്നു. അവരും അതുപോലെ ഒരു വിനീതമായ സ്ത്രീ. அவருடைய தாயார் இருந்தார்கள், அவர்களும் தாழ்மை உள்ள அம்மா. 80ഓളം ജോലിക്കാരെ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. 80 വേലക്കാരെ வைத்து வேலை பார்த்து கொண்டிருந்தவர்கள். അവർ തന്നെയാണ് അവർക്കെല്ലാം ഭക്ഷണം, ആ കാലങ്ങളിൽ ജോലിക്കാർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. അവർ തന്നെയാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ നേതൃത്വം. அவர்களே தங்களுடைய கைகளினால் உணவு சமைப்பார்கள். அவர்கள் தான் அதுக்கு தலைமை தாங்குவார்கள். ആ ദേശത്തിലെ വിശ്വാസികളും എല്ലാം അവിടുത്തെ പണിക്കാരായിരുന്നു. அங்கே தேசத்தில் இருந்த விசுவாசிகள் எல்லாரும் அவருடைய வேலைக்காரர்கள். സൂപ്പർവൈസർ ഏതെങ്കിലും പോസ്റ്റില് അവരും അവിടെ ജോലിയുണ്ട്. அவர்கள் ஏதாவது ஒரு வேலையிலே அவங்க அமர்ந்திருப்பார்கள். ചില മനുഷ്യർക്ക് അങ്ങനെയുള്ള ചില ഗുണങ്ങൾ ദൈവത്തിൽ നിന്ന് അവർ പ്രാപിച്ചിട്ടുണ്ട്. சில மனிதர்கள் விதமான குணாதிசயங்களை தேவனிடத்தில்
பெற்றோரிடத்திலிருந்து അവരുടെ பெற்றிருக்கிறார்கள், മാതാപിതാക്കന്മാരെന്ന് അവർ പ്രാപിച്ചിട്ടുണ്ട്. அவர்கள் பெற்றோரிடத்திலிருந்து பெற்றிருக்கிறார்கள். അപ്പോൾ അവർ വെളിപ്പെടുത്തുന്നില്ല. அதை அவர்கள் வெளிப்படுத்துவதில்லை. ഇതൊരു നല്ല സ്വഭാവമാണിത്. இது ஒரு நல்ல குணம். എസ്.കെ. രാജാവ് எசேக்கியா ராஜா ദൈവകൃപയിൽ നിന്ന സമയത്തിൽ அவன் தேவனுடைய கிருபையில் இருந்த பொழுது, ദൈവമായുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ தேவனோடு உறவு வைத்திருக்கும் பொழுது, അവനെപ്പോഴും മറഞ്ഞ് ഒളിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. அவன் எப்பொழுதும் மறைந்து வாழுகிற அனுபவத்தில் അതുകൊണ്ടാണ് തന്റെ പ്രതാപത്തെ കാണിക്കാതെ அவன் தன்னுடைய பிரதாபத்தை காண்பிக்காமல் ആ ഊറ്റെല്ലാം അടച്ചു കളഞ്ഞു. அவர் தன் ஊற்றுகளை எல்லாம் அடைத்து ഇത് விட்டார். നമ്മളും ശ്രദ്ധിച്ചോണം. இதை நாம் கவனிக்க வேண்டும். നമുക്കുള്ള എല്ലാ നല്ല വശങ്ങളും നമ്മൾ മറച്ചു വെച്ചേക്കണം. நம்முடைய நற்காரியங்களை நாம் மறைத்து வைக்க வேண்டும். സാധാരണ മനുഷ്യരെ പോലെ എളിയ മനുഷ്യരെ പോലെ ജീവിച്ചാൽ நாம் எளிய வாழ்க்கையை எளிய மனிதர்களைப் போல പല வாழ்ந்தால் പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയും. பல பிரச்சனைகளுக்கும் தீர்வு உண்டாகும். എന്നാൽ ആ പ്രതിസന്ധികൾ വരുമ്പോൾ அந்த பிரதிகூலங்கள் வரும்போது ദൈവം അവനെ സഹായിച്ചു. தேவன் அவளுக்கு உதவி செய்தார். 7-ാം വാക്യം വായിച്ച് 7வது வசனத்தை வாசிப்போம். ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിപ്പിൻ, അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഈ ഭയപ്പെടരുത്. സാധുവായ ഒരു രാജാവിനോട് இந்த ராஜாவிடத்திலே ദൈവം പറയാണ്, നീ ഭയപ്പെടണം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. நீ பயப்படாதே, நீ திடம் கொண்டு தைரியமாயிரு. ഈ വാക്യം നിങ്ങൾക്കും മുഖാന്തരമായിരിക്കണം. இந்த வார்த்தை உங்களுக்கும் உரியதா இருக்கிறது. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളാണല്ലോ. விசேஷமாக நம்முடைய சுவிசேஷ பிரபல்யம் ധൈര്യമായിട്ട് പോയി സുവിശേഷം അറിയിക്കണം. ധൈര്യമായിട്ട് പോയി സുവിശേഷം நாம் மிக தைரியமாய் சுவிசேஷத்தை அறிவிக்க வேண்டும். അവരെ നമ്മുടെ ഞായർ തിങ്കൾ നടക്കുന്ന 24-25 തീയതി നടക്കുന്നതായ യോഗത്തിന് വേണ്ടി വിളിക്കണം, കൺവെൻഷന് വേണ്ടി വിളിക്കണം. 24-25 நடக்கிற இந்த கூட்டங்களுக்கு அவர்கள் அழைக்க வேண்டும். ചിലപ്പോൾ അവർ ചീത്ത പറയും, ചിലപ്പോൾ ചീത്ത പറയും, சில வேளை அவர்கள் உங்களை வைவார்கள், ചിലപ്പോൾ അടിക്കുവാൻ, சில வேளை அவர்களை அடிக்கலாம், ഉപദ്രവം തരും. உபத்திரவிக்கலாம். ഇവിടെല്ലാം പുറമെയോടെ സന്തോഷത്തോടെ സഹിച്ചാൽ இதையெல்லாம் பொறுமையாகவும் சந்தோஷமாகவும் അങ്ങനെ சகித்தால், ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രദേശത്ത് അങ്ങനെ സാധാരണ ചെയ്യാറില്ല. இந்த பகுதியில் அப்படி நடக்க வாய்ப்பில்லை. പലയിടത്തും അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം பல இடங்களில் அப்படி சம்பவிக்கிறது, കൊന്നു കളയുന്നുണ്ട്. கொன்று விடுகிறார்கள். അങ്ങനെ ആരെങ്കിലും നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അന്നല്ല, രക്തസാക്ഷിയായിട്ട് അടക്കം ചെയ്യുകയും ചെയ്യാം. நீங்கள் அப்படி மறிப்பீர்கள் என்றால் உங்களை இரத்த சாட்சிகளாக அடக்கம் பண்ணி விடுவோம். അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. அது மிகப்பெரிய ஸ்லாக்கியம். അതുകൊണ്ട് ഈ മീറ്റിംഗ് ദിവസങ്ങളിൽ എല്ലാവരും നല്ല ഉത്സാഹികളായിരിക്കണം. இந்த கூட்டத்தின் நாட்களிலே நீங்கள் உற்சாகமுள்ளவர்களாயிருங்கள். വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവിടെ എല്ലാവരും സജീവമായിട്ട് പ്രവർത്തനത്തിൽ കാണണം. வியாழன் வெள்ளி நாட்களிலே எல்லாரும் நன்றாக செயல்பட வேண்டும். 24-25 തീയതികളിലെ മീറ്റിങ്ങുകളിലും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാകണം. 24-25 മീറ്റിംഗിലെ உங்களுடைய முக்கிய பங்கு இருக்க வேண்டும். ഇതിൽ ഈ ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും இந்த ஓசையை கேட்கிறவர்கள் யாராவது ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ இந்த காரியத்திலே நீங்கள் பங்காளியாக விரும்பினால் നിങ്ങൾക്കും വരാം. நீங்களும் வரலாம். ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയാലും മതി. இந்த கூட்டங்கள் கழிந்து நீங்கள் போகலாம். ഞായർ തിങ്കൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയാലും സന്തോഷമാണ്. நீங்கள் ஞாயிற்றுக்கிழமை திங்கட்கிழமையில கூட்டத்தில் கலந்து கொண்டு போகலாம். ഇവിടെ ഹോളിനകത്ത് നമുക്ക് നല്ല പായുണ്ട്, இங்க நல்ல பாய்கள் இருக்கிறது, നല്ല ടൈറ്റ് ആയിട്ടുള്ള കെട്ടിടമുണ്ട്. நல்ல நல்ல பாதுகாப்பான கட்டடம். ഇല്ലെങ്കിൽ അടുത്ത 3 നില കെട്ടിടമുണ്ട്. அடுத்து 3 நிலை கட்டடம் இருக்கிறது. അപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ആസ്വദിച്ച് கொஞ்சம் குளிரெல்லாம் நாம் ஏற்றுக்கொண்டு രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ച് இரவு நேரங்களில் ஜெபித்து നല്ല സന്തോഷമായിട്ട് 3-4 ദിവസം കഴിയാം. 3-4 நாட்கள் சந்தோஷமா இருக்கலாம். ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ വരാം. யாருக்காவது விருப்பம் இருந்தால் நீங்கள் தைரியமா வரலாம். ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. தேவன் உங்களை ஆசீர்வதிக்கட்டும். ഈ മനുഷ്യനോട്, ഈ രാജാവിനോട് ദൈവം പറയുന്നു, இந்த ராஜாவிடத்தில் தேவன் നീ சொல்கிறார், ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. நீங்கள் திடம் கொண்டு தைரியமா இருங்கள். എന്താ നമുക്ക് ആവശ്യം? எது நமக்கு ഞാൻ தேவை? പറഞ്ഞില്ല, ഈ ആത്മീയരെ സംബന്ധിച്ച് എപ്പോഴും ഒരു സാധുക്കളായി മാറും. ஆவிக்குரியவர்கள் எப்பொழுதும் சாதுக்களாய் இருப்பார்கள். അവർക്ക് പലതിനും ധൈര്യം ഇല്ലാതിരിക്കും. அவர்கள் பல சந்தர்ப்பங்களில் தைரியத்தை സെരുബ്ബാബേലേ ധൈര്യപ്പെടുക, செருபாவேலே திடமனதாயிரு, യോശുവായെ ധൈര്യപ്പെടുക, யோசுவாவே நீ திடமனதாயிரு, ജനത്തിൽ ശേഷിപ്പുള്ളവരെ ധൈര്യപ്പെടുക. ജനത്തിൽ ശേഷിപ്പുള്ളവർ, ஜனத்தில் மீதம் இருக்கிறவர்களே நீங்கள் தைரியப்படுங்கள். നിങ്ങളുടെ ധൈര്യത്തിന് ക്ഷയിച്ചാൽ സാരമില്ല, ബലപ്പെടുത്താനുള്ള ദൈവം നിങ്ങൾക്കുണ്ട്. நீங்கள் தைரியத்தில் சோர்வடைந்தாலும் உங்களை பலப்படுத்த தேவன் இருக்கிறார். ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാത്രം മതി. அந்த தேவனை உறுதியாய் பற்றிக் கொள்வோம். അവരോട് പറ, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. நீங்கள் திடங்கொண்டு தைரியமாயிருங்கள். അശ്ശൂർ രാജാവിനെ അവനോട് സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. அசிரியா ராஜாவுக்கும் அவனுடைய இருக்க ஏராளமான கூட்டத்திற்கும் നിങ്ങൾ பயப்படாமலும் ഭ്രമിക്കരുത്. கலங்காமலும் இருங்கள். അവനോട് കൂടിയുള്ളതിലും, ആ വാക്യം വായിച്ച്, അവനോട് കൂടിയുള്ളതിലും அவர்களோடு இருக்கிறவர்களை അവനോട് ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ അവനോട് കൂടെ ഉള്ളവരിലും அவர்களோடு இருக்கிற വലിയവൻ നിങ്ങളോട് കൂടെ ഉണ്ട്. பெரியவர் நம்மோடு கூட இருக்கிறார். അത് വിശ്വസിക്കണം. அதை நாம் விசுவாசி. അതാണ് നമ്മുടെ ധൈര്യം. அதுதான் நம்முடைய தைரியம். യേശുവിനെ പിശാച് ഭയപ്പെടും. യേശുവിനെ പിശാച് ഭയപ്പെടും. இயேசுவை பார்த்து சாத்தான் பயப்படுவான். ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലയോ, ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സാക്ഷ്യം. நான் ஒரு முறை சொன்னேனே, ஒரு தேவனுடைய ஊழியர் சொன்ன சாட்சியை. ഒരു ഗ്രാമപ്രദേശത്തിൽ ஒரு கிராம பகுதியில் ശീമോനെ പോലെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. சீமோனை போல ஒரு மந்திரவாதி இருந்தான். അയാൾ ആ ദേശത്തെ ഭ്രമിച്ച് ആൾക്കാരെ എല്ലാം കസ്റ്റഡിയിലാക്കിക്കൊണ്ടിരുന്നു. அந்த ஊராரை எல்லாம் பிரமித்து அவர்களை தன் வலைக்குள்ள வைத்துக் கொண்டிருந்தான். ഒരു സുവിശേഷകൻ ആ സ്ഥലത്ത് ചെന്ന് ട്രാക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. ஒரு சுவிசேஷர் அந்த பகுதியில் போய் கைப்பிரதிகளை கொடுத்தார். എല്ലാ ട്രാക്റ്റുകൾ കൊടുത്ത സമയത്ത് ഈ മന്ത്രവാദി ഇറങ്ങി വന്ന് ഈ മനുഷ്യനെ ഉപദ്രവിക്കുകയുണ്ടായി.
அவர் கைப்பிரதிகளை கொடுக்கும் பொழுது இந்த மந்திரவாதி வந்து அவர் உபத்திரம் செய்தார். താൻ ഉപദ്രവം സഹിക്കുമ്പോഴും സന്തോഷത്തോടെ ചിരിച്ച് സ്വർഗത്തെ നോക്കി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. அவர் உபத்திரவத்தை ஏற்றுக்கொள்வதும் சந்தோஷமாய் பரலோகத்தை பார்த்து ஜெபித்துக் கொண்டே இருந்தார். ഈ മനുഷ്യന്റെ മുഖത്തെ സന്തോഷം കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. இந்த மகனுடைய முகத்தில் இருக்க சந்தோஷத்தை பார்த்து அவர்கள் ஆச்சரியப்பட்டார்கள். താൻ ഈ ഉപദ്രവങ്ങളെല്ലാം സഹിച്ചു പോകാനിടയായി. அவர் அந்த உபத்திரவங்களை ஏற்றுக்கொண்டு அமைதியாக கடந்து சென்றார். മുട്ടങ്കീവറിച്ചാൻ ഒരിക്കൽ നമ്മുടെ സഭയിൽ ഒരു പാസ്റ്ററായിരുന്നു. മുട്ടങ്കീവറിച്ചാൻ മുട്ടൻകേറിച്ചായ என்பவர் நம்முடைய சபையின் போதகராக இருந்தார். അദ്ദേഹം ദൈവം തന്നോട് പറഞ്ഞു, നീ പാളയംകോട് ആ ഭാഗത്ത് മധുരഭാഗത്തൊക്കെ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. மதுரை பகுதியிலே போய் நீ சுவிசேஷத்தை அறிவி என்று ஆண்டவர் சொன்னார். ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, பல ആണ്ടുகளுக்கு മുன்னால். ഇപ്പോഴും താൻ നല്ല എരിവുള്ളൊരു മനുഷ്യനാണ്. இப்பொழுது அவர் மிகவும் உற்சாகமாக இருக்கிறார். 90 വയസ്സുള്ള നല്ല ഉഷാറ് ഉള്ള മനുഷ്യനാണ്. 90 வயதானாலும் அவர் நல்ல உறுதியாக இருக்கிறார். സുവിശേഷത്തിന്റെ വീര്യം, அவர் சுவிசேஷத்தின் வீரியத்தோடு இருக்கிறார். താൻ ഒരുപാട് പാട്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. அவர் நிறைய பாடல்கள் எழுதியிருக்கிறார். ആ മനുഷ്യൻ ദൈവാത്മാവ് ദൈവം അയച്ചു പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. அவர் ஆண்டவர் சொன்னார், நீ அந்த தேசத்திலே போய் சுவிசேஷத்தை அறிவி. താൻ ഇവിടെ ഇറങ്ങിയ ഉടനെ அவர் அங்கே இறங்கின பொழுது ആ ഗ്രാമത്തിലെ സ്ത്രീകൾ വന്ന് ഓടി, അയ്യാ നീங்க ഇങ്ങ ഇരിക്കக்கூடாது, പൊക്കോ, വേഗം പൊക്കോളാൻ പറഞ്ഞു. அங்கே இருக்கிறதான கிராமத்தில் இருக்கிறதான சகோதரிகள் வந்து சொன்னா, ஐயா நீங்கள் இங்கே இருக்க வேண்டாம், சீக்கிரமாய் கடந்து செல்லுங்கள். ഞങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം മഹാദുഷ്ടന്മാരാണ്. எங்களுடைய கணவன்மார்கள் மிகவும் ഇവിടെ துன்மார்க்கமானவர்கள். ഇതിനു മുമ്പ് വന്നവരെല്ലാം ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുണ്ടായിരുന്നു. இதற்கு முன் வந்தவர்களை எல்லாம் பயங்கரமாக உபத்திரவித்தார்கள். ഈ മനുഷ്യൻ ദൈവം എന്നെ അയച്ചതാന്ന് പറഞ്ഞു. அவர் சொன்னார், தேவன் என்னை அனுப்பினார். അങ്ങനെ താനെ സുവിശേഷം അറിയിക്കാൻ ചെന്നു. அவர் சுவிசேஷத்தை அறிவிக்க சென்றார். എല്ലാവരും ബക്കറ്റുമൊക്കെ ആയിട്ട് വന്നിരിക്കുക. அவர்கள் எல்லா ஆண்கள் எல்லாம் பக்கெட்டை வைத்திருக்கிறார்கள். അവരൊന്ന് മുന്നിൽ ഇരുന്ന് സുവിശേഷം കേൾക്കാൻ തുടങ്ങി. அவர்கள் முன்னால் இருந்து சுவிசேஷம் கேட்க ஆரம்பித்தார். അല്പസമയം കഴിഞ്ഞപ്പോൾ கொஞ்ச நேரமான பொழுது അവര് സ്റ്റേജിലേക്ക് ഈ ബക്കറ്റുമായിട്ട് കയറി. அவர்கள் தங்கள் கையில் இருந்த பக்கெட்டை கொண்டு அந்த ஸ்டேஜுக்கு வந்தார்கள். അതിനകത്ത് മനുഷ്യന്റെ മോഷനായിരുന്നു, അല്ലെങ്കിൽ அவர்களுடைய அந்த பக்கெட்ல இருந்தது மனிதனுடைய மலம். അത് ഇദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും പൂശി. அதை அவருடைய சரீரம் முழுவதும் பூசினார்கள். വാ തുറന്ന് വായിക്കകത്ത് ഇട്ട് ഇടിച്ചു കൊടുത്തോണ്ടിരുന്നു. அவர்கள் வாய்க்குள்ளே திணித்து அதை இடித்துக் கொண்டே இருந்தார்கள். ചിന്തിച്ചു നോക്കിയേ, யோசித்து பாருங்கள். വസ്ത്രമെല്ലാം കീറി அவருடைய ஆடைகளை கிழித்து തന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. அவரை அங்கிருந்து அனுப்பினார்கள். ഉപദ്രവിച്ചു വിട്ടു. அவருக்கு அதிகமாக താൻ கஷ்டப்படுத்தினார்கள். സ്തോത്രം ചെയ്തു പോയി. താൻ സ്തോത്രം ചെയ്തു പോയി. அங்கே இருந்து அவர் தேவனை துதித்து கடந்து சென்றார். പക്ഷേ ஆனால் ആ പ്രദേശത്ത് വലിയൊരു ന്യായവിധി അയച്ചു. அங்கே தேவன் ஒரு பெரிய நியாய தீர்ப்பை அனுப்பினார். ഇപ്പോൾ അവിടെ இப்பொழுது அங்கே അദ്ദേഹം തിരിച്ചു ചെന്നു, തന്നെ സ്വീകരിച്ചു. திரும்ப அவர் போன பொழுது ஏற்றுக்கொண்டார்கள். പോയതല്ല, ഇവർ വിളിപ്പിച്ചു. அவர்கள் அழைத்தார்கள். നിങ്ങളുടെ ശാപം തീരണമെങ്കിൽ നിങ്ങൾ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. எங்கள் மேல் இருக்கிற சாபம் தீர வேண்டும் என்றால் நீங்கள் வந்து எங்களை അങ്ങനെ ஆசீர்வதிக்க. ആ പ്രദേശത്തിൽ 300-400 ആത്മാക്കളോളം തിരിച്ചു കിട്ടാനിടയായി. அந்த இடத்திலே 300-400 பேர் ஆண்டவரை ஏற்றுக்கொண்டார்கள். കാരണം ഇതിന് ശേഷം, ഈ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചതിന് ശേഷം അവിടുത്തെ 2 ഗോത്രങ്ങൾ തമ്മിൽ, ഗ്രാമങ്ങൾ തമ്മിൽ ഭയങ്കര അടിയുണ്ടായി. இவருக்கு உத்தரவு கொடுத்த சமயத்து அதற்கு பின் அங்கே இருந்து இரு குழுவாக பிரிந்து அந்த கிராமத்தார் ஒருவருக்கு ஒரு தாக்கி கொண்டார்கள். ഇവരെ ഉപദ്രവിച്ചതായ ചില ദുഷ്ടമനുഷ്യർ മരിക്കുകയുണ്ടായി. இவரை உத்தரவித்தவர்கள் பலரும் இறந்து விட்டார். നീതിയുള്ളവർ അദ്ദേഹത്തെ വിളിച്ചവിടെ ഒരു സഭ ആരംഭിച്ചു. அங்கே மீதி இருக்கிறவர்கள் அவரை அழைத்து அங்கே ஒரு சபை ஆரம்பித்தார்கள். അത് സത്യമായ കാര്യമാണ്. அது உண்மை. ഇതുപോലെ இதை போலவே ഈ മന്ത്രവാദി இந்த മന്ത്രവാദി ഈ മനുഷ്യനെ ഉപദ്രവിച്ചു വിട്ടു. இந்த മனிதரை உத்தரவித்தார். പക്ഷെ ടി യു തോമസ് പറഞ്ഞാണ് ഞാനിത് കേട്ടത്. பாஸ்டர் டி തോമസ് சொல்லித்தான் நான் இது கேட்டேன். അങ്ങനെ ഈ ട്രാക്റ്റുകളും ഇതെല്ലാം കണ്ട് இந்த கைப்பிரதிகளை எல்லாம் பார்த்து അവിടെ ചിലർ രക്ഷിക്കപ്പെട്ടു. சிலர் ഈ ரட்சிக்கப்பட்டார்கள். മന്ത്രവാദിയുടെ അടുത്ത മന്ത്രവാദിനി ഒരുത്തി ഉണ്ടായിരുന്നു. இந்த மந்திரவாதிக்கு உதவியாக இருந்த ஒரு பெண் இருந்தாள். അവൾ യേശുവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. அவள் இயேசுவை ஏற்றுக்கொண்டு ரட்சிக்கப்பட்டாள். അവരൊരു പ്രാർത്ഥന തുടങ്ങി. அங்கே ஒரு ஜெபம் ஆரம்பிக்கப்பட்டது. മന്ത്രവാദിക്ക് സഹിക്കുന്നില്ല. மந்திரவாதி அதை பொறுக்க முடியவில்லை. മന്ത്രവാദി പല മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടും ഇവർക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. மந்திரவாதி பல மந்திரங்களை செய்து இவர்களை ஒன்று சேதப்படுத்தவில்லை. ഒരു ദിവസം മന്ത്രവാദി അവരെ പരസ്യമായി വെല്ലുവിളിച്ചു. ஒரு முறை மந்திரவாதி அவர்களை பகிரங்கமாய் ഞാൻ എന്റെ சவால் விட்டார். മന്ത്രശക്തി കൊണ്ട് ഒരു അത്ഭുതം ചെയ്യും. நான் என்னுடைய மந்திர வல்லமையினால் ஒரு அற்புதம் செய்வேன். നീയും അത്ഭുതം ചെയ്യണം. நீயும் அதை போல செய்ய வேண்டும். ഇതിലേത് അത്ഭുതമാണ് ശ്രേഷ്ഠം, അതിനെ പിൻപറ്റണം. எது அது பெரிதோ அதை பின்பற்றுவோம். ഞാൻ പറഞ്ഞു, ഈ സ്ത്രീക്ക് എന്നെ ധൈര്യമില്ല. அந்த சகோதரிக்கு அந்த தைரியம் இல்லை. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ധൈര്യമില്ലെന്നുള്ള സത്യമാണ്. தேவனை சார்ந்திருக்கிறவர்களுக்கு தைரியம் இல்லை. പരസ്യമായി വെല്ലുവിളിച്ചിട്ട് ദിവസം നിശ്ചയിച്ചു. அவர் பகிரங்கமாக சவால் விட்டு ஒரு நாளை குறித்தார். നീ ഇന്ന ദിവസം ഈ ജംഗ്ഷനിൽ വരണം, ഞാൻ എൻ്റെ അത്ഭുതം കാണിക്കും. நீ இந்த நாளிலே இந்த சந்திப்புக்கு வர வேண்டும், அப்பொழுது நான் அற்புதம் காணிப்பேன். ഈ സ്ത്രീക്കൊന്നും അറിയത്തില്ല. இந்த சகோதரிக்கு ஒன்றும் പോയി தெரியாது. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. அவர்கள் ஜெபித்துக் கொண்டே இருந்தார்கள். ദൈവം ഒന്നും മറുപടിയും കൊടുത്തില്ല. தேவன் பதில் சொல்லவில்லை. ഒരു കാര്യം പറഞ്ഞു, നീ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. ஆண்டவர் சொன்னா, நீ அங்கே போய் நில்.
ആ സ്ത്രീയും തൻ്റെ കൂടെ ഉള്ളവരും അവിടെ പോയി നിന്നു. அந்த சகோதரியும் அவரோடு இருக்கவள் அங்கே போய் நின்றார்கள். മന്ത്രവാദിയും കൂട്ടരും വന്നു. மந்திரவாதி அவனுடைய குழுவோடு வந்தான். മന്ത്രവാദി പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ മന്ത്രവാദം കൊണ്ട് 10 അടി ഹൈറ്റിൽ ഇങ്ങനെ എയറിൽ കടത്തും. நான் என்னுடைய மந்திர வல்லமையினால் என்னுடைய சரீரத்தை 10 அடிக்கு மேலாக நான் நிறுத்துவேன், കിടക്കും. நான் படுத்திருப்பேன். ഇത് ഞാൻ ചെയ്യുന്ന മന്ത്രത്തിന്റെ ശക്തി. இது என்னுடைய மந்திர வல்லமை. നീ അതിനേക്കാൾ മുകളിലൊരു മന്ത്രം ചെയ്താൽ നിന്റെ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കാം. அதை விட ஒரு பெரிய மந்திரத்தினால் ஒரு அற்புதம் செய்தால் உன்னுடைய கடவுளை, ഇല്ലെങ്കിൽ നീ നിന്റെ കൂട്ടരും ഇന്നത്തോടെ ഞങ്ങളുടെ വരണം. இல்லாவிட்டால் நீயும் உன்னுடைய கூட்டாரும் இன்று முதல் எனக்கு உன்னோடு வாருங்கள். ഇവർക്ക് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനല്ലേ അറിയത്തുള്ളൂ. இவர்களுக்கு துதிக்கவும் ஜெபிக்கவும் மட்டுமே தெரியும். എന്ത് ചെയ്യണമെന്ന് അറിയാതെ என்ன செய்ய வேண்டும் என்று ഇവർ தெரியும். പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, அவர்கள் ஜெபித்துக் கொண்டே സ്തോത്രം இருந்தார்கள். ചെയ്തുകൊണ്ടേയിരുന്നു, സ്തോത്രം ചെയ്തു. அவர்கள் தேவனை துதித்துக் ഈ கொண்டிருந்தார்கள். മന്ത്രവാദി തന്റെ മന്ത്രത്താൽ തന്റെ ശരീരം എയറിൽ ഇങ്ങനെ കടത്തി. அந்த மந்திரவாதி தன்னுடைய வல்லமையினால் தன்னுடைய சரீரத்தை மேலே உயர்த்தினார். മന്ത്രവാദിന് അനുയായികൾ പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. மந்திரவாதிகளுடைய கூட்டத்தார் சொன்னார்கள், நீங்கள் പെട്ടെന്ന് ഒരു അഭിഷേകം ഈ സ്ത്രീയുടെ മേൽ വന്നു. திடீரென்று அவர்கள் மீது அபிஷேகம் வந்தது. യേശുവിന്റെ നാമത്തിൽ ഫൽസിക്കുന്നു എന്ന് പറഞ്ഞു. இயேசுவின் நாமத்தினாலே போ சாத்தானே என்று சொன்னார். In the name of Jesus cast out the devil എന്ന് പറഞ്ഞു. இயேசுவின் நாமத்தினால் கட்டளையிடுகிறோம் சொன்னார்கள். പിശാചിനോട് പോകാൻ പറഞ്ഞു. சாத்தானை கடிந்து கொண்டார்கள். ഈ മന്ത്രവാദി இந்த மந்திரவாதி എടുത്തടിച്ച് താഴോട്ട് വീണ് அந்த மந்திரவாதி தரையில திடீரென்று விழுந்து തന്റെ നടു സ്ലിപ്പായി പോയി. அவருடைய இடுப்பிலே சிராய்ப்பு ஏற்பட்டது. യേശുവിന്റെ നാമത്തിൽ പോ പിശാച് എന്ന് പറഞ്ഞേ ഉള്ളൂ. இயேசுவின் நாமத்தில் போ பிசாசு என்று சொன்னதான் உண்டு. മന്ത്രവാദി അടിച്ചിട്ട് താഴെ വീണു. மந்திரவாதி கீழே விழுந்தால் എഴുന്നേക്കാൻ വയ്യ. அவரால் எழும்ப முடியவில்லை. സ്ത്രീയും വിശ്വാസികളും ചെന്ന് அந்த சகோதரியும் വിശ്വാസികളും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. താൻ എഴുന്നേറ്റു. அவர்களுக்காக ஜெபித்தார்கள். அவர் எழுந்தார். അങ്ങനെ ആ ഗ്രാമം മുഴുവൻ വിശ്വാസികളായി. அப்படி அந்த கிராமம் முழுவதும் ரட்சிக்கப்பட்டது. ഇതുപോലെ ചില അത്ഭുതങ്ങൾ നിങ്ങളെ കൂടെ ചെയ്യും. இதை போல சில அற்புதங்கள் உங்கள் നിങ്ങൾ மூலம். ബലഹീനരായിരിക്കാം, ക്ഷീണിതരായിരിക്കാം, நீங்கள் பலவீனராக இருக்கலாம், சோர்வடைந்திருக்கலாம், കഴിഞ്ഞ കാലത്തിൽ പ്രശംസ ഇല്ലാതിരിക്കാം. கடந்த காலங்களில் மேன்மை இல்லாதவர்களாக പക്ഷെ നിങ്ങളോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. உங்களோடு இருக்கிறவர் உலகத்தில் இருக்கிறவன் பெரியவர். ഇവിടെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. நீங்கள் திடமனதாய் இருந்து தைரியமாய் இருங்கள். ശ്രമിക്കരുത്. நீங்கள் பயப்பட வேண்டாம். അവനോട് കൂടെയുള്ളത് മാംസഭുജമേ ഉള്ളൂ. அவரிடத்தில் இருக்கிறது மாംசபுஜம். നമ്മോട് കൂടെയുള്ളവനോ അവനെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. நமக்கு துணை நின்று நம்முடைய யுத்தங்களை நடத்த நம்மோடு இருக்கிறவர் நம்முடைய தேவனாகிய கர்த்தர். എത്രയോ സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. எத்தனையோ சந்தர்ப்பங்கள் இதுபோல வந்திருக்கிறது. ഞാനൊരു സഭയിലിരിക്കുമ്പോൾ நான் ஒரு சபையில் இருக்கும் பொழுது 5-6 പേർ ഒന്നിച്ച് சில 5-6 பேர் ஒன்றாக கூடி എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. என்னை தாக்குவதற்கு வந்தார்கள். രാഷ്ട്രീയക്കാരൻ വിശ്വാസി ഇവിടെ ഉണ്ട്. அவர்கள் அரசியல்வாதிகள் இருந்தார்கள், விசுவாசிகள். ചില കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യാൻ വന്നതാണ്. சில காரியங்களை கேள்வி கேட்க வந்தார்கள். അപ്പം നമ്മുടെ വിശ്വാസികൾ ഇപ്പുറത്തുണ്ട്. நம்முடைய விசுவாசிகள் பக்கத்தில் இருக்கிறார்கள். ഞങ്ങളുടെ ചെറുപ്പക്കാരായ ആരോഗ്യമുള്ള സഹോദരന്മാരുടെ ജോലി ചെയ്യുന്നുണ്ട്. நம்முடைய சகோதரர்கள் ஆரோக்கியமுள்ளவர்கள் பலசாலிகள் வேலை செய்து கொண்டிருந்தார்கள். അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാം. நான் இப்பொழுது வருகிறேன். എന്നോട് ചോദ്യം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരാൾ വന്നിട്ടുണ്ട്. பிரச்சனை பண்ணுவதற்காக சிலர் வந்திருக்கிறார்கள். പക്ഷേ ഞങ്ങൾ വരുന്നു പറഞ്ഞു. நாங்களும் வருகிறோம். നിങ്ങൾ വന്നാൽ ശരിയാത്തില്ലെന്ന് പറഞ്ഞു. நீங்கள் வந்தால் சரியாகாது. ഞാൻ എങ്ങനെ നേരിടും? நீங்கள் எப்படி അവர்களை எதிர்கொள்வீர்கள்? ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ച് 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. நான் 10 நிமிடம் ஜெபித்து விட்டு வருகிறேன். ഇവന്മാർ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യാം. இவர்கள் வந்து வெளியே காத்திருக்கிறார்கள். ഞങ്ങൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയണം. நாங்கள் கேட்கிறதுக்கு பதில் சொல்லும். ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനോടൊന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന്. நான் என்னுடைய தகப்பனிடத்தில் சொல்லிவிட்டு வருகிறேன். തൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. உங்களுடைய அப்பா இங்க இருக்கிறாரா? എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. எல்லா இடத்திலும். ഞാൻ മുറി കുറി മുട്ടുകുത്തി. நான் അറയിൽ சென்று മുളങ്കാൽ படிட்டேன். താപ്പനെ, ദൈവമേ, நான் சொன்னேன், கடவுளே, ഈ 5-6 പേരോട് എന്തോ എനിക്ക് എതിർക്കാനുള്ള ശക്തിയില്ല, ആരോഗ്യമില്ല. இவர்களை எதிர்க்கக்கூடிய சக்தியும் ஆரோக்கியம் எனக்கு இல்லை. സംസാരിക്കാൻ പോലും பேசக்கூட. അതുകൊണ്ട് നീ കാര്യങ്ങൾ നടത്തണം. நீர் காரியங்களை நடத்தும். അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ என்ன நடந்தது? ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴേ நான் திரும்பி போகும்போது ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന് അവർക്ക് അഭിപ്രായ വ്യത്യാസം. ഒന്നിച്ച് വന്നവർ തമ്മിൽ സംസാരിക്കുന്ന അഭിപ്രായ വ്യത്യാസം. அங்கே என்னிடத்தில் கேள்வி கேட்க வந்தவர்கள் ஒருவருக்கு ஒரு பிரிவினை உண்டாக்கி பேசிக் கொண்டிருக்கிறார்கள். ഈ രാഷ്ട്രീയക്കാരൻ കുറെ നേരം വാചു പഠിച്ചു. இந்த அரசியல்வாதி கொஞ்ச நேரம் அவர் பேசினார். കൂടെ നിന്നവരോ നീ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് അവർ വഴക്കുണ്ടാക്കി. அங்கே கூட இருக்கிறவர்கள் நீ சொல்கிற தவறு என்று சொல்லி அவனிடத்தில் வழக்கெடுத்தார்கள். അയാൾ എന്നോട് കോപിച്ചു. அதற்கு அவர் கோபித்தார். ഏതോ ഒരു അസഭ്യ വാക്ക് പറഞ്ഞു. ஏதோ ஒரு தவறான வார்த்தை சொன்னார். പെട്ടെന്ന് പുള്ളിയുടെ സമാധാനം പോയി. அப்பொழுது அவருடைய சமாதானம் நஷ்டமானது. അതേപോലെ ഞാനിപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ചിലപ്പം താഴെ വീണ് ചത്തുപോകും, എന്നാലും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പോകും. நான் மோட்டார் சைக்கிளில் போகும்பொழுது விழுந்து இறந்தாலும் பரவாயில்லை என்று சொல்லிவிட்டு സഹോദരൻ ധൈര്യമായി പോകും, നിനക്കൊന്നും സംഭവിക്കത്തില്ല. நான் சொன்னேன், நீ தைரியமா போ, உனக்கு ஒன்றும் சம்பவிக்காது. അവൻ ചെന്നൊരു BJP നേതാവിൻ്റെ വീട്ടിൽ ചെന്നു. BJP-യിലെ அவர் பிஜேபி தலைவரை அழைத்தார். അയാളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. அவர் என்னை அழைத்தார். പക്ഷേ അവന് ദോഷമൊന്നും വരുത്തരുത്. அவர் சொன்னார், அவருக்கு தீமை ஒன்று வரக்கூடாது. ഞാൻ പറഞ്ഞു, അവനൊരു പാവം, അതുകൊണ്ടല്ലേ അവൻ നോക്കുക. അല്ലെങ്കിൽ അവനും ദൈവവിശ്വാസിയാണ്, പെന്തിക്കോസ് ഭയങ്കരമുള്ളവനാണ്, പക്ഷേ പാർട്ടിക്കാരനാണ്.
അവന് യേശുവിനെ മേൽ പരിചയമില്ല, അതുകൊണ്ടാണ്. அவன் பெந்தகோஸ்தே பின்னணியுள்ளவன், ஆனால் அரசியல்வாதி. அவனுக்கு இயேசுவினுடைய அன்பு சரியாக புலப்படவில்லை. അവിടെ നിങ്ങൾ ധൈര്യമായി പറഞ്ഞു അവനൊന്നും സംഭവിക്കത്തില്ല. நீங்கள் தைரியமாய் சொல்லுங்கள், அவனுக்கு ஒன்றும் சம்பவிக்காது. പിന്നീട് അവൻ பின்பு ഞാൻ ഇവിടുന്ന് മാറുന്നതിന് മുമ്പ് நான் அங்கிருந்து மாற்றலாவது നല്ല ഒരു മര്യാദക്കാരനായിട്ട് മാറി. அவன் முன்ன சாதுவான ஒரு மனிதனாய் மாறினான். അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ, அப்படி எத்தனையோ சந்தர்ப்பங்கள் പ്രശ്നങ്ങളുമായിട്ട് വന്നവര് பிரச்சனையோடு வருகிறவர்கள் നമ്മൾ ദൈവസേനയെ മുട്ടുകുത്തുമ്പോൾ நாம் தேவசமத்தில் முழங்கால் ദൈവം നമ്മൾ അറിയാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. தேவன் நாம் அறியாமலே பிரச்சனைகளை പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവം, இதுதான் நமக்கு பல சந்தர்ப்பங்கள் அனுபவம். നമുക്കുണ്ടാകുന്ന മറ്റനുഭവം, நமக்குண்டாகக்கூடிய மற்ற அனுபவம், നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ വിട്ടുപോവുകയാണ്. நாம் நம்மை அறியாமலே தேவனை விட்டு விலகி போய்விடும். കുമളി വിശ്വാസികൾ തന്നെ ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ എത്രയോ ഒരു സാധുക്കളായിരുന്നു, ഇല്ലേ? குமளி விசுவாசிகள் கோவிட்டுக்கு பிற்பாடு எவ்வளவு சாதுவாய் மாறினார்கள், കുറച്ച് പേര്. கொஞ்சம் பேர். പക്ഷേ ഇപ്പൊ പലരും പല വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു, பலரும் பல விதத்திலேயே ஆசீர்வதிக்கப்பட்டார்கள். ലക്ഷങ്ങളും കോടികളും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരായി മാറി. லட்சங்களும் கோடிகளும் அவர்கள் கரத்தில் வந்து போனது. പക്ഷെ ஒரு കാര്യം ഓർത്തോണം, ஆனால் ஒரு காரியத்தை நினைவு கூறுங்கள், ദൈവത്തെ വിട്ടുകളയരുത്. தேவனை விட்டு விடக்கூடாது. നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും എല്ലാം ദൈവം തരുന്നതാണെന്ന് വിചാരിച്ചോണം. இந்த ஐஸ்வர்யமும் சம்பத்தும் எல்லாம் இறைவன் ആ தருவது. ദൈവത്തെ കളഞ്ഞിട്ട് പോയാൽ தேவனை விட்டு விட்டு போனால் ഇതിന്റെ സ്വയംനില നഷ്ടപ്പെട്ടു പോകും. உங்களுடைய சுயநிலை நஷ்டமாகும். ഈ എസെക്കിയാ രാജാവിന് തന്നെ സംഭവിച്ചു, പിൽക്കാലം സംഭവിച്ചു. இசைக்கியா ராஜாவுக்கு பின்னாளில் என்ன நடந்தது? അവൻ മരിക്കേണ്ട സമയം വന്നു, அவன் மரணமடையக்கூடிய நேரம் வந்தது. അവനക്ക് മരിച്ചു സ്വർഗത്തിൽ പോകണ്ടേ? அவன் மரித்து பரலோகத்திற்கு போக வேண்டும். അപ്പൊ അവൻ ഇത്രയും ഐശ്വര്യങ്ങളെല്ലാം വർദ്ധിച്ചപ്പോഴ് அவனுக்கு ஐஸ்வர்யம் பெருகின பொழுது അവനോട് വിട്ട് പോകാൻ ഒക്കുന്നില്ല. அவன் எங்கும் போக முடியவில்லை. പണ്ട് ദൈവമക്കൾ രോഗശാന്തി നല്ല സ്ഥിരതയുള്ളവരായിരുന്നു. அவன் குணமாக்குதலிலே நல்ல உறுதியாயிருந்தவன். മുൻകാലങ്ങളിൽ അറിയാം, പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഒരാൾ രോഗിയായിരുന്നാൽ பழைய விசுவாசிகளுக்கு தெரியும், ஒருவர் வியாதிப்பட்டால் വിശ്വാസികൾ മേലക്കാരൊക്കെ അവിടെ ചെല്ലും. விசுவாசிகளும் ஊழியர்களும் அங்கே கடந்து செல்வார்கள். ആദ്യമേ ചോദിക്കുന്നത് എന്താ നിന്റെ പ്രശ്നം, முதலாவது உனக்கு பிரச்சனை என்ன, നീ ഏറ്റു പറ. நீ அதை அறிக்கை செய். നിന്റെ കുറവുകൊണ്ടാണ് നിനക്ക് രോഗം വരുന്നത്, உன்னுடைய குறைவினால் உனக்கு நோய் வருகிறது, അതിൽ ഏറ്റു പറയാൻ പറഞ്ഞു. நீ அதை அறிக்கை செய். ആരുടെങ്കിലും പ്രയാസമുണ്ടോ, யாரிடத்திலாவது உனக்கு கசப்பு இருக்கிறதா, മരണഭയം ഉണ്ടോ, உனக்கு மரண பயம் இருக்கிறதா, இல்லை സ്വർഗത്തിൽ പോകാൻ റെഡിയാണോ? பரலோகத்துக்கு போ, நீ தயாரா? ചിലരാണെന്ന് പറയും. சிலர் ஆமாம் என்று சொல்வார்கள். കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. நீங்கள் ஒப்பு கொடுத்து ஜெபிப்போம். ചില സൗഖ്യമാകും, சிலர் சுகம் பெறுவார்கள், ചിലപ്പോൾ ചില സ്വർഗത്തിൽ പോകും. சிலர் பரலோகத்திற்கு போய்விடுவார்கள். ഇതൊന്നും അവർക്ക് ഒരു ഭാരമല്ലായിരുന്നു. இது ஒருவருக்கும் ഇപ്പൊ பாரமாயிருக்கவில்லை. എന്താ മരിക്കാൻ പേടി? இப்போ மரணத்திற்கு பயம். ആ ആശുപത്രി കൊള്ളാം, அந்த ஆஸ்பத்திரி பரவாயில்லை, അത് മൾട്ടിനാഷണൽ ആണ്. அது மல்டிநேஷனல் ஆஸ்பத்திரி. എന്ന് തുടങ്ങിയിടാ ഇതൊക്കെ? எப்பொழுது இதெல்லாம் ஆரம்பம்? പെന്തിക്കോസുകാർക്ക് ഇതൊക്കെ എന്ന് തുടങ്ങി? பெந்தோகோஸ்தே கால மத்தியில் எப்பொழுது ஆரம்பமானது? എന്നായി മൾട്ടിനാഷണൽ ഉണ്ടായത്? സ്പെഷ്യലിസ്റ്റ്. இப்படிப்பட்ட ஒரு ஆவி உங்களுக்குள்ள எப்படி வந்தது? കാരണം காரணம் ദൈവമായുള്ള ബന്ധം പോയി, ஆண்டவரோடு உள்ள உறவு நஷ்டமானது. സ്വർഗത്തിൽ പോകണമെന്നുള്ള വാഞ്ച പോയി, பரலோகத்துக்கு போக வேண்டிய வாஞ்சை போய்விட்டது. ഇവിടെ കുറെ നാൾ കൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. இன்னும் கொஞ்ச நாட்கள் கூட இங்க வாழ வேண்டும். അതാണ് എസെക്കിയാവിന് സംഭവിച്ചത്. இதுதான் எசேக்கியாவுக்கு நடந்தது. അവന് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ രോഗം വന്നപ്പോൾ அவன் பின்பு வியாதி வந்த பொழுது കർത്താവേ നിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു തരുന്നുള്ളതല്ല, ஆண்டவரே உம்முடைய சித்தத்திற்கு ஒப்புக்கொள்கிறேன் என்று சொல்லாமல் എനിക്ക് സൗഖ്യമാകണം, നീട്ടിത്തരണം, ഇത്ര ഐശ്വര്യം വന്നിട്ട് എനിക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. இவ்வளவு ஐஸ்வர்யம் இருக்கிறது, இப்பொழுது நான் போக வேண்டிய அவசியம் இல்லை. അങ്ങനെ അവന്റെ താല്പര്യപ്രകാരം നീട്ടിക്കൊടുത്ത് അവൻ அப்படி அவனுடைய விருப்பப்படி ஆயுசு நீட்டு கொடுக்கப்பட்டது. ഒരു സന്തതിയും ജനിച്ചു. അതിനുശേഷം அவனுக்கு ஒரு குழந்தை அதற்கு മനസ്സ மனோசே என்கிறவர் பிறந்தார். അവൻ ഏറ്റവും തരികിടയായിട്ട് മാറി. നോക്കണം, அவன் மிகவும் மோசமானவனாய் மாறினான். പിന്നെ അവനെ കൊളുത്തിട്ട് വലിച്ച് ഏതാ ശത്രു രാജാവിന് ചങ്ങലയിട്ട് കൊളുത്തിട്ട് വലിച്ചൊക്കെയാണ് പിന്നെ മാനസാന്തരപ്പെട്ടത്. எதிரி ராஜா வந்து சங்கிலியினால் அவனை கோர்த்து இழுத்து அதற்கு பிற்பாடுதான் அவன் ഇതുപോലെ നാമം വ്യവസ്ഥ വിറ്റ് പോയാൽ ചിലപ്പോൾ ചങ്ങലയും കൊളുത്തുമൊക്കെ ഇട്ട് വലിച്ച് നാട്ടുകാർ മുമ്പിലും ഒക്കെ ഇട്ട് ശരിയാക്കേണ്ട ഗതി. நாமும் ஆண்டவரை விட்டு தூரமாய் போனால் ஆண்டவர் விதமாய் செய்து நம்ம இழுத்துக் கொள்வார். ആണ്ടവരല്ല വാസ്തവത്തിൽ ചെയ്യുന്ന പിശാചാണ്. சாத்தான் தான் செய்கிறான். ദൈവം കൈവിട്ടില്ലെങ്കിൽ അവന് വലിയ സന്തോഷമായി. ദൈവം കൈവിട്ടവരിട്ട് പണി കൊടുക്കുക എന്നുള്ള പിശാചിന് വലിയ സന്തോഷം. தேவன் கைவிட்டவர்களுக்கு தீங்கு செய்வதை ഇത്രയും കാലം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. இவ்வளவு நாளா அவன் எதிர்பார்த்து ഇത്രയും നാൾ നീ ദൈവം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് തൊടാൻ നോക്കാഞ്ഞത്. இவ்வளவு நாளும் ஆண்டவரோடு உன்னை தொட முடியவில்லை. ഇപ്പൊ ദൈവം ഇല്ല, അതുകൊണ്ട് ഞാൻ ചിലത് തരാൻ പോകുന്നു. അങ്ങനെയാണ് പലർക്കും അനർത്ഥം. இப்பொழுது ஆண்டவர் இல்லாததினால் நான் சொல்வதை கேளு என்று சொல்லுகிறார். ഇവൻ ദൈവത്തെ വിട്ടു പോയപ്പോൾ இவன் ஆண்டவரை விட்டு போன பொழுது യെശയ്യാപ്രവചനം 39 അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ യേശയ്യാ தீர்க்கதரிசன புத்தகம் 39 அதிகாரம் 2வது வசனம். യെശയ്യാ 39ന്റെ 2-ാം വാക്യം മുതൽ യേശയ്യാ 39 2ാം വാക്യം മുതൽ വായിക്കാം. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ച് തന്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാല ഒക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തന്റെ രാജധാനിയിലും താൻ കൃപയിൽ നിന്ന സമയത്തിൽ അവൻ കൃപയിൽ வாழ்ந்த பொழுது
കൃപയിൽ നിന്ന സമയത്ത് താൻ മറഞ്ഞു ജീവിച്ചൊരു മനുഷ്യനാണ്. அவன் கிருபைக்குள் இருந்த பொழுது அவன் தன்னைத்தான் மறைந்து வாழ்த்தான். തനിക്കുള്ള ഉറവുകളെല്ലാം മറച്ചു വെച്ചവനാണ്. அவன் தன்னுடைய ஊற்றுக்களை எல்லாம் அடைத்து வைத்தான். എന്നാൽ ദൈവമായുള്ള ബന്ധം പോയപ്പോൾ இறைவனோடு கூட உறவு இல்லாமல் മറ്റുള്ളവന് മുമ്പിൽ തന്നെ പ്രദർശിപ്പിക്കാനും വെളിപ്പെടുത്താനും അവൻ ആഗ്രഹിച്ചു. மற்றவர்களுக்கு முன்னதாக தன்னை பிரசித்திப்படுத்தவும் வெளிப்படுத்தவும் தொடங்கினான். അങ്ങനെ ശത്രു രാജാവായ ബാബിലോൺ വന്നതിന്റെ തന്ത്രം അവന് മനസ്സിലാക്കാതെ പോയി. எதிரி ராஜாவாகிய பலதான் வந்து அவனுடைய தந்திரங்களை புரிந்து கொண்டான். അതുകൊണ്ടാണ് പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ஆகவேதான் சாத்தானுடைய தந்திரங்களை நீங்கள் அறியாதவர்கள் அல்லவோ. യെശയ്യാ 38 അധ്യായം വായിക്കുമ്പോൾ ஏசாயா 38 வாசிக்கும் பொழுது അവിടെ ദൈവം പറയുന്നത്, 2-ാം വാക്യം വായിച്ചേ, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത. 2-ാം വാക്യം അല്ല, 2-ആണോ? 1-ാം വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. മരിക്കത്തക്ക രോഗം പിടിച്ച് വന്നു. മരണത്തിற்கு ഏതുവാன വ്യാധി അവനുക്ക് വന്നത്. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നേ? നാം ഏൻ ഭയപ്പെട വേണ്ട? ദൈവേഷ്ടമാണെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകുന്നല്ലേ നല്ലത്. தேவனுக்கு விருப்பமானால் பரலோகத்துக்கு போவது நல்லதல்லவா? അപ്പൊ അവന് മരണകരമായ രോഗം വന്നു. അവനുക്ക് മരണത്തിற்கு ഏതുവാன വ്യാധി. ദൈവം പറഞ്ഞിട്ട് ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ആണ്ടവർ சொன்னார் കാര്യങ്ങളെ ഒഴുങ്ങുപെടുത്ത്. അമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകും. അതൊരു നല്ല ചെയ്തി അല്ലവാ? നീ ഗ്രഹകാര്യം ക്രമത്തിലാക്കിയോ, നീ മരിച്ചു പോകും. നീ വീട്ടുകാര്യങ്ങൾ ഒഴുങ്ങുപെടുത്ത് നീർ മരിച്ചു പോവീർ. അല്ലാതെ പെട്ടെന്ന് മരിക്കുകയല്ല. നീർ திடீரென்று മരിപ്പതില്ലേ. ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. നീ വീട്ടുകാര്യങ്ങൾ ഒഴുങ്ങുപെടുത്ത്. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. എല്ലാ നേരത്തിലും നീ ആയത്തമായി. ഏത് സമയമാണ് നമ്മെ ദൈവം സന്ദർശിക്കുക അല്ലെങ്കിൽ മരണം സന്ദർശിക്കുക അറിയാത്തതുകൊണ്ട് എന്ത് നേരത്തിലും മരണം നമ്മെ സന്ധിക്കുമെന്ന് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. എപ്പോഴും നാം ആയത്തമായി ഇരുപ്പോം. അങ്ങനെയല്ല എങ്കിലും அப்படி இல்லாவிட்டால் ചിലപ്പോൾ ദൈവം നമുക്ക് സമയം തരും. ஆண்டவர் உங்களுக்கு தருணத்தை അങ്ങനെ தருவார். ഗ്രഹകാര്യം ക്രമത്തിലാക്കേണ്ട സമയത്തിൽ நீங்கள் உங்கள் வீட்டு காரியத்தை ஒழுங்கு கொண்டு வேண்டிய நேரத்தில் ഈ എസ്കേൽ എന്താ ചെയ്യുന്നത്? எசேக்கியா என்ன செய்தான்? എസ്കേൽ ചുവരിന്റെ നേരെ തിരിച്ച് മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. വായിക്കാം. தன் முகத்தை சுவர்புறமாய் திருப்பிக் கொண்டு அழுகத் தொடங்கினான். അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ അയ്യോ യഹോവേ. നോക്കണം, ஐயோ ஆண்டவரே. പിന്മാറ്റത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അയ്യോ അയ്യോ என்று சொல்லி ஆண்டவரை கூப்பிடுவது பின்மாற்றத்தினுடைய லட்சணம். ഞാനൊരു ദിവസം ഏതോ കഷ്ടത്തിൽ വലിയ വേദന സമയത്തിൽ நான் ஒரு மிகுந்த கஷ்டமான நேரத்தில் ഇതുപോലെ അയ്യോ എന്നൊരു വിളിച്ചു. ஐயோ என்று ஒரு அழைப்பு சொன்னேன். ദൈവാത്മാ പറഞ്ഞു, தேவனுடைய ஆவியானவர் சொன்னார், നിന്റെ കൃപ കുറഞ്ഞു, എന്നാലും നീ അയ്യോ എന്ന് വിളിക്കണ്ട, അയ്യാന്ന് വിളിക്കാൻ പറഞ്ഞു. கிருபை குறைந்திருக்கிறதுனால அப்படி சொல்லுகிறார், நீ ஐயா என்று அழை என்று சொன்னார். അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അതുകൊണ്ട് അയ്യോ എന്ന് ഇനി മേലെ വിളിച്ചു പോരുന്നു പറഞ്ഞത്. இனி மேல ஐயோ என்று சொல்லக்கூடாது. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു, ചിലപ്പോൾ അറിയാതാണെങ്കിലും വരുമ്പോൾ അയ്യാന്ന് വിളിക്കും. அப்படி ஏதாவது தெரியாமல் அழைத்தால் கூட ஐயா என்று அழைத்து விடுவேன். നിങ്ങളെല്ലാവരും മാറ്റണം, ആ ഭാഷ മാറ്റിയെടുക്കണം. അയ്യോ എന്നുള്ളതിനെ എന്ത് ചെയ്യണം? ஐயோ என்ற வார்த்தையை நீங்கள் மாற்றி ஐயா என்று அழையுங்கள். അത് യേശുവിനെ വിളിക്കുന്നതായിട്ടിരുന്നോളൂ. அது இயேசு அழைப்பதாக இருக்கும். അപ്പൊ ഇനി അയ്യോ എന്ന് ആരും വിളിക്കില്ലേ? இனி ஐயோ என்று யாரும் அழைக்காது. എല്ലാവരും അയ്യോ എന്ന് വിളിക്കരുത്, അയ്യാ ஐயா என்று அழைப்போம். അത് നല്ലതാ കേട്ടോ. அது நல்லது. അപ്പൊ അങ്ങനെ താട്ട് വായിക്കാം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. എന്തിനാ ഇത്രയും വാചം അടിക്കുന്നത്? അതുകൊണ്ടല്ലേ നിന്നെ ചേർക്കാൻ പോകുന്നത്. ஏன் இப்படி நீ பேச வேண்டும்? ஆண்டவர் சேர்ப்பதற்கு എന്നോട് കർത്താവ് പറയാ, ஆண்டவரிடத்தில் சொல்லுகிறார், നീ 24-ാം തീയതി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ 24-25-ാം തീയതി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിന് മുമ്പേ 24, 25 നടക്കக்கூடிய കൂട്ടങ്ങൾക്ക് മുന്നதாக നിന്നെ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ചേർക്കാൻ പോവാ. അടുത്ത വെള്ളിക്കിഴமை உன்னை சேர்க்க போகிறேன். എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. எனக்கு மிகுந்த மகிழ்ச்சி. കാരണം അതിനല്ലേ ഞാൻ ഒരുങ്ങുന്നേ. அதற்காகத்தான் நான் ஆயத்தமாய் கொண்டிருக்கிறேன். അതിന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. நான் கூட்டம் கழிந்து வருகிறேன் என்று சொல்ல ഇനി അതല്ല, ട്രാൻസ്ഫർ ഓർഡർ ആയിക്കോട്ടെ. எனக்கு മാറ്റൽ എന്ന് வைத்துக் കൊള്ളുவோம். ഇപ്പൊ നമ്മുടെ ജേക്കബ് പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ വിളിച്ച് പറയുന്നു, ജേക്കബ് പാസ്റ്റർ സെൻട്രൽ പാസ്റ്ററിനെ അழைத்து சொல்லுகிறார், പ്രിയാകുഞ്ഞിന് മാറ്റമാണ്, ഈ ഞായറാഴ്ച ബുധനാഴ്ചക്ക് അവിടുന്ന് പൊക്കോണം. இந்த புதன்கிழமைக்குள்ளாக நீங்கள் மாற்றலாகி போக வேண்டும். അയ്യോ പാസ്റ്റർ, ഇത്രയും ക്രമീകരിച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. இப்படி யோகத்தை கூட்டத்தை எல்லாம் ஒழுங்குபடுத்திருக்கேன்னு சொல்ல எனக்கு தகுதி. ബുധനാഴ്ച അല്ല, ചൊവ്വാഴ്ചയെ പോയേക്കാം. புதன்கிழமை அல்ல, செவ்வாய்க்கிழமை போய்விடுங்க. കാരണം മീറ്റിംഗ് എന്റേതല്ല, கூட்டம் என்னுடையது, സഭ എന്റേതല്ല, சபை என்னுடையதல்ல. ഞാൻ മാത്രമാണ് ദൈവത്തിന് സ്വന്തം. நான் மட்டுமே தேவனுக்கு சொந்தம். ആ സഭയും ദൈവത്തിന് സ്വന്തമാണ്. அந்த நேரம் ஆண்டவருக்கு சொந்தம். സഭയും ദൈവത്തിന് സ്വന്തം. சபை தேவனுக்கு சொந்தமானது. നമ്മളെന്തിനാ ഭയപ്പെടുന്നത്? நாம் ஏன் பயப்பட வேண்டும்? നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ? உங்களுக்கு அந்த விசுவாசம்? നിങ്ങളുടെ കുട്ടികൾ ദൈവത്തിന്റെ ആണെന്ന് വിശ്വാസമുണ്ടോ? உங்களுக்கு அந்த மாதிரி தேவன் மீது விசுவாசம் இருக்கிறதா? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെതാണെന്ന് വിശ്വാസമുണ്ടോ? உங்களுடைய பிள்ளைகள் கடவுளுடையது என்று விசுவாசம் இருக்கிறதா? ഈ ജിപ്സികൾ, നാടോടികൾ, நாடோடிகள்
അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. அப்படி ஒரு கூட்டம் അവർ ഒരു ഭാരവും ഇല്ലാത്തവരാണ്. அவர்களுக்கு எந்த பாரம் கிடையாது. അവർ ദൈവത്തിന്മേൽ പൂർണ്ണ വിശ്വാസമുള്ളവരാണ്. அவர்கள் தேவன் மீது முழு நம்பிக்கை வைத்திருக்கிறவர்கள். അവർക്ക് ഒരു കുട്ടി ജനിക്കുമ്പോൾ, அவர்களுக்கு ஒரு குழந்தை பிறக்கும் பொழுது, ആ ജനിച്ചു കഴിഞ്ഞ ഉടനെ பிறந்த உடனே ഈ കുഞ്ഞിനെ കൊണ്ടുപോയി இந்த குழந்தையை கொண்டு போய் ഒന്നുകിൽ കാട്ടിൽ കൊണ്ട് കിടത്തും, அவர்கள் காட்டில் படுக்க வைப்பார்கள், അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ அல்லது கோவில்களுடைய ക്ഷേത്രത്തിന്റെ ചുട്ടുപഴുത്ത മണ്ണുണ്ടല്ലോ, ഈ ചൂടുള്ള മണ്ണ് അവിടെ കൊണ്ട് കിടത്തും. சத்திரத்தினுடைய வெளியே இருக்கிறதான அந்த சூடான பூமியில போட்டு விடுவார்கள். ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, அந்த ஆலயத்தில் இருந்த ஒரு பெண் ഈ നാടോടിയോട് ചോദിച്ചു, இந்த நாடோடித்து നീ கேட்டார், ഇവിടെ കൊണ്ട് ഇതിനെ കടത്തിയാൽ நீ இங்கே இந்த பிள்ளையை படுக்க வைத்தால் ഈ വെയിലും മഞ്ഞും ചൂടും അനുഭവിച്ചത് ചത്തുപോകത്തില്ലേ? இந்த வெயிலும் குளிரும் மஞ்சள் எல்லாம் பார்த்து அது இறந்து விடுமே, തന്നെയല്ല നായ്ക്കളെല്ലാം ഒന്ന് കടിച്ചോണ്ട് പോകത്തില്ലേ? நாய்கள் வந்து அதை கடித்து விடுமே. അവർ പറഞ്ഞില്ലെന്നറിയാവോ? அவர்கள் என்ன ഇത് சொன்னார்கள்? ദൈവത്തിന്റെ സ്വന്തമാണ്, இது தேவனுக்கு சொந்தமானது, ദൈവം നോക്കിക്കോളും. அது கடவுள் பார்த்துக் கொள்வார். അതാണ് അവരുടെ സിസ്റ്റം. அதுதான் அவருடைய ஒழுங்கு. അതുകൊണ്ട് എന്ത് ധൈര്യത്തിൽ അവർ ചെയ്യുന്നത്? அவர்கள் எவ்வளவு தைரியமா செய்கிறார்கள். അതാണ് വിശ്വാസം. இதுதான் விசுவாசம். നാടോടികൾ, நாடோடிகள், சிப்சிகள், അവർ ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു. அவர்கள் அந்த விசுவாசத்தில் അവർ வாழ்கிறார்கள். അന്യനും പരദേശികളുമായിട്ട് ജീവിക്കുന്നു. அவர்கள் அந்நியர்களும் பரதேசிகளும். സ്വന്തമായി സ്ഥലം ഉണ്ടാക്കത്തില്ല. அவர்கள் சொந்தமாய் வாசஸ்தலம் இல்லை. യാബേസിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. யாபேசை குறித்து அப்படி അവർ சொல்லப்படுகிறது. മുന്തിരിത്തോട്ടമോ സ്വന്തമായി വീടോ കെട്ടാതെ ഇങ്ങനെ പരദേശികളായി ജീവിക്കുന്നു. அவர்கள் திராட்சை தோட்டங்களை ഉണ്ടാക്കാமல் വീടുகளை ഈ கட்டாமல் ഒരു വിശ്വാസം നമുക്കും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. இந்த மாதிரியான விசுவாசத்தை நாம் இயேசு கிறிஸ்துவுக்குள்ளாக அதை சரி செய்ய வேண்டியது இருக்கிறது. എസെക്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്തു. எசேக்கியாவுக்கு ஆயுசு நீட்டி എന്താ கொடுத்தார். സംഭവിച്ചത്? நடந்தது என்ன? അതിനുശേഷം அதற்கு பின் അവനൊരു പുത്രനെ ജനിപ്പിച്ച് അവൻ ഏറ്റവും പഴയായി പോയി. அவன் ஒரு மகனை பிறப்பித்தான், அவன் மிகவும் மோசமானவனான். അതിനുശേഷം அதற்கு பின் 39 അധ്യായത്തിലേക്ക് വരുമ്പോൾ 39வது அதிகாரத்துக்கு வரும் பொழுது ബാബേൽ രാജാവിന്റെ സൈന്യാധിപൻ ഇവിടെ വന്നു. பாலாதானின் ராஜா அங்கே வந்தார். എന്തിനാ? எதற்கு வந்தார்? ഓ, നീ അത്ഭുത സൗഖ്യം കിട്ടിയല്ലോ, നിനക്കൊരു സമ്മാനം കൊടുക്കാൻ വന്നിരിക്കുക. உனக்கு அற்புதமான சுகம் கிடைத்த, உனக்கு ஒரு பரிசு കൊടുக்க வந்தேன். ഇതുപോലെ കൃപയിൽ നിൽക്കുന്ന വിശ്വാസികൾ വേലക്കാർ കുറെ കഴിയുമ്പോൾ ചില ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകും. கிருபையில் நிலைத்திருக்கிற விசுவாசிகளும் ஊழியர்களும் சில உறவுகளுக்கு நேராக അവർ திரும்புவார்கள். നമ്മളെ തേടി വരും. அவர்கள் நம்மை தேடி வந்து ആ உறவு കുടുംബ ഫാമിലി ഫ്രണ്ട്. அவர்கள் குடும்ப நண்பர். ഈ വിശ്വാസ ബന്ധമില്ലാത്ത ചില ഫാമിലി ഫ്രണ്ടുകൾ കയറി വരും. விசுவாசம் இல்லாதவர்கள் குடும்ப நண்பர்களாக வருவார்கள். പിന്നെ അവരുമായിട്ടുള്ള ചങ്ങാത്തമാണ്. அவர்களோடு உறவைப்பார்கள். അവരോട് നമ്മുടെ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ അവനവന്റെ കുടുംബക്കാര്യം രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കും. நாம் அவர்களிடத்தில் நம்முடைய ரகசியங்களை. പക്ഷെ അങ്ങനെയുള്ള ചില ആളുകൾ നിന്നെ സമീപിക്കുമ്പോൾ ഓർത്തോളം നീ നിന്റെ അടിത്തറ തകർക്കൊണ്ടിരിക്കുകയാണ്. அப்படிப்பட்டவர்கள் உங்களை நெருங்குகையில் நீங்கள் நினைத்துக் கொள்ளுங்கள், உங்கள் அஸ்திபாரத்தை நீங்கள் ഇവിടെ அசைக்கிறீர்கள். താഴോട്ട് വായിക്കുമ്പോൾ கீழே வாசிக்கும் பொழுது 2-ാം വാക്യത്തിന്റെ അവസാനം അവൻ സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവില്ല. அங்கே அவன் காட்டாத எந்த பொருளும் இல்லை. തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവില്ലായിരുന്നു. രാജധാനിയിലും അവരുടെ ആധിപത്യത്തിലുള്ള സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. எசேக்கியா அரண்மனையிலும் தன் ராஜ்யமெங்கும் அவர்களுக்கு காண்பியாத பொருள் ஒன்றும் இல்லை. ഇതേ ഹിസ്കിയാവ് തന്നെയല്ലേ ദൈവകൃപയിൽ നിന്ന സമയത്തിൽ മറ്റാരും നമ്മുടെ ഉറവ സമൃദ്ധി കാണേണ്ട അടച്ചേക്ക്. இதே எசேக்கியா ராஜா தேவனுக்குள் இருக்கும் பொழுது നീ ഇപ്പോൾ ഏത് നിലവാരത്തിലിരിക്കുന്നു? நீங்கள் இப்பொழுது எந்த நிலைமையில்? മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കണമോ? மற்றவர்கள் உங்களை அங்கீகரிக்க வேண்டும். നിനക്ക് മറ്റുള്ളവരുടെ അംഗീകാരം വേണോ? அல்லது மற்றவருடைய அங்கீகாரம்? മറ്റുള്ളവർ നിന്നെ കൂടുതൽ സ്നേഹിക്കണോ? மற்றவர்கள் உங்களை அதிகமாக ആദരവ് വേണോ? ബഹുമാനം വേണോ? ஆதரவும் மதிப்பும் வேண்டும். പക്ഷെ നീ നിന്നെ തന്നെയും നിന്റെ കുടുംബത്തെയും വിറ്റുകളയാണെന്ന് ഓർത്തോണം. நீ உன்னையும் உன்னுடைய குடும்பத்தாரை விற்றுக் கொண்டிருக்கிறாய். ഇവരിതെല്ലാം ചെയ്തപ്പോൾ இதெல்லாம் அவன் செய்த பொழுது പിന്നാലെ ദൈവത്തിന്റെ പ്രവാചകൻ അവിടെ വന്നു. உடனே தீர்க்கதரிசி அங்கே வந்தார். വായിച്ച് അതിന്റെ 6-ാം വാക്യം വായിച്ച്. നിന്റെ രാജധാനിയിൽ 5-ാം വാക്യം മുതൽ. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ ഉത്ഭവിക്കുന്ന 4-ാം വാക്യം ചേർത്ത് വായിച്ച്. അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് നോക്കണം. ഹിസ്കിയാവ്, എന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എത്ര ഫ്രീ ആയിട്ടാണ് ഈ പറയുന്നത്. അവൻ എவ்வளவு தாராளமா சொல்லுகிறான். വേർപാട് ജീവിതം പോകുന്നു, பிரித்தெடுக்கப்பட்ட வாழ்க்கை போகிறது. ഇപ്പൊ പല കാര്യങ്ങളാ. ബർത്ത്ഡേക്ക് വിളിക്കുന്നു, பிறந்த நாள் கலைக்கிறார்கள். ബർത്ത്ഡേ ഒന്നും ദൈവത്തിന്റെ പ്ലാനിലല്ല. பிறந்த நாள் என்பது தேவ திட்டம். പഴയ മനുഷ്യനാണ് ബർത്ത്ഡേ. പഴയ മനുഷ്യനല്ലേ? பழைய மனிதர்கள் தான் பிறந்த நாள் கொண்டாடுவார்கள். പുതിയ മനുഷ്യനെ ആവിയിൽ ജനിക്കുന്നവന് ബർത്ത്ഡേ ഇല്ലല്ലോ. ஆவியிலே பிறந்தவனுக்கு பிறந்த நாள் இல்லை.
ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ കീഴ്വഴക്കങ്ങൾ പെന്തിക്കോസുകാരെടുക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. உலக மக்களின் பழக்க வழக்கங்களை நீங்கள் கடைபிடிக்கும் பொழுது நீங்கள் உங்களையே அழித்துக் கொண்டிருக்கிறீர்கள். അങ്ങനെയുള്ള ആഘോഷങ്ങളിലേക്ക് പോവുക, அப்படிப்பட்ட உற்சவங்களுக்கு போகிறது, അവരുടെ ചില ഇത് പരിപാടികൾക്ക് പോവുക, அவருடைய ஏதாவது ஃபங்க்ஷன் வைக்கும் பொழுது அதற்கு போகும். ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളെ വിറ്റുകളയാണെന്ന് ഓർത്തോണം. இதையெல்லாம் நீங்கள் செய்யும் பொழுது உங்களை அறியாமலே പക്ഷെ ലോകത്തിലിരിക്കുമ്പോൾ അവരെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? ലോകത്തിലിരിക്കുമ്പോൾ അവർ ഉപേക്ഷിക്കാൻ ഒക്കുമോ? உலகத்தில் இருக்கும் பொழுது அவர்களை நாம் தள்ளிவிட முடியுமா? പക്ഷേ ബുദ്ധിയോടും ജ്ഞാനത്തോടും ജീവിച്ചോണം. ஆனால் நாம் புத்தியோடும் ஞானத்தோடு வாழ வேண்டும். കാണിക്കാത്തൊന്നും എല്ലാം കാണിച്ചെന്നാ പറയുന്നത്. எல்லாவற்றையும் காண்பித்தன ഒന്നും കാണിക്കാത്തത് ഇല്ല. വായിക്കാം. എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു, എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ബാബേലിലേക്ക് പോകുന്നൊരു സമയം വരുന്നു. உன்னுடைய முன்னோர்கள் சவதரித்ததும் நீ சவதரித்தது எல்லாம் ഒന്നുമില്ലാமல் ബാബിലോണുக்கு ദൈവവൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ സമ്പാദിച്ചെടുത്തതിന്റെ ആത്മീയ അനുഭവങ്ങൾ, പ്രിയமான தேவனுடைய பிள்ளையை கடந்த நாட்களில் பெற்றுக்கொண்ட ஆவிக்குரிய அனுபவங்கள், നിന്റെ പിതാക്കന്മാർ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ പഴയ കാലത്തിലെ വേലക്കാർ നിനക്ക് തന്നിരുന്ന ആത്മീയ അനുഭവങ്ങൾ, உங்களுடைய பெற்றோர் முன்னால் இருந்த தேவனுடைய ஊழியக்காரர் கொடுத்து மூலமாய் வந்த ஆவிக்குரிய ஆசீர்வாதங்கள், നിന്റെ വേർപാടില്ലാത്ത ജീവിതം കൊണ്ട് உன்னுடைய பிரிந்திருக்கும் வாழ்க்கை இப்பொழுது നീ இல்லாதது, ഇപ്പോൾ വേണ്ടാത്ത ചില സംബന്ധവും കൂട്ടുകെട്ടിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. நீ வேண்டாத உறவுகளுக்குள்ள போகிறதுனால் നിന്റെ അനുഭവങ്ങൾ അവർ കവർന്നുകൊണ്ടേയിരിക്കുകയാണ്. உன்னுடைய அனுபவங்களை அவர்கள் അത് சூழ்ந்தெடுக்கிறார்கள். മൊത്തമായി സംഭവിക്കുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളണം. அது ஆபத்தாய் முடிவதற்கு முன் மனம் திரும்பு. പിന്നീട് നാം നോക്കുമ്പോൾ ഇതെല്ലാം ബാബേലിലേക്ക് പോകുന്നതായിട്ട് വന്നു. பின்பு நாம் பார்க்கும் பொழுது இதெல்லாம் பாபிலோனுக்கு போனது. ഇന്ന് നീ കാണുന്ന മഹത്വങ്ങളെല്ലാം നിന്നെ വിട്ടു പോകുന്നൊരു ദിവസം വരും. இன்று உனக்குள்ள இருக்கிறதான மகிமை எல்லாம் உன்னை விட்டு நீங்க അതുകൊണ്ട് നിന്റെ പ്രതാപം കാണിക്കാൻ പോകരുത്. ஆகவே உன்னுடைய பிரதாபத்தை നിന്റെ காட்டாதே, വലിപ്പത്തെ കാണിക്കാൻ പോകരുത്. உன்னுடைய பெரிய காரியத்தை காட்டாதே. എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതിന് எல்லா நேரங்களிலும் கிறிஸ்துவுக்குள் മറഞ്ഞിരിപ്പോയാൽ. കൊലോസ്യലേഖനത്തിൽ നമ്മൾ കൊലോസ്യലേഖനത്തിൽ വായിക്കുമ്പോൾ കൊലോസ്യർ 20 നാം വാസിക്കും. 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 2-ാം വാക്യം 3-ാം അധികാരം 2-ാவது വചനം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തോട് മറഞ്ഞിരിക്കുന്നു. நீங்கள் மரித்தீர்கள், நீங்கள் தேவனுக்குள் மறைந்திருக்கிறீர்கள். ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ജീവനായ ക്രിസ്തു നിങ്ങളും അവനോട് തേജസ്സിൽ വെളിപ്പെടും. நீங்கள் அவரோடு கூட மகிமையில் வெளிப்படுவீர்கள். അതുകൊണ്ടാണ് കർത്താവായ യേശു, ஆகவேதான் ആண்டവരായ യേശു, നോക്കണം എന്താ സംഭവിച്ചത്. യേശുവിനെ പ്രശംസിക്കാൻ താൻ ചില ശാസിച്ചപ്പോൾ അശുദ്ധാത്മാവ് തന്നെ വിട്ടുപോയി. യേശുவை மேன்மை பாராட்டி യേശു അശുദ്ധാത്മാക്കളെ ശാസിച്ചു. ஆண்டவர் அசுத்தாவிகளை கடிந்து கொண்டார். അപ്പോൾ എന്ത് ചെയ്തു? அப்பொழுது என்ன சொன்னார்? ഈ അശുദ്ധാത്മാക്കൾ അവർ പോയിട്ട് அசுத்தாவிகள் போய்விட்ட பின் യേശുവിനെ പ്രശംസിക്കാൻ തുടങ്ങി. அவர்கள் இயேசுவை மகிமைப்படுத்தினார்கள். അപ്പൊ യേശു എന്ന് പറഞ്ഞു, இயேசு என்ன சொன்னார்? തർജ്ജനം ചെയ്യാണ് അവരെ ചെയ്തത്. മർക്കോസിന്റെ സുവിശേഷം മാർക്ക് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം 3:12. വായിച്ചു. മർക്കോസ് 3:12. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് തന്നെ പ്രസിദ്ധപ്പെടുത്താതപടിക്ക് അവൻ അവരെ വളരെ ശാസിച്ചു പോകും. അവർ അവരെ കടിந்து കൊണ്ടാർ. പ്രസിദ്ധരാകാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പ്രബലமாக മനുഷ്യൻ വിரும்புகிறார். മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണം, മറ്റുള്ളവർ എന്നെ മതിക്കണം, എന്നെ അംഗീകരിക്കണം, എന്നെ അംഗീകരിക്ക വേണം, എനിക്ക് വലിയ സാക്ഷി ഉണ്ടാകണം, എനിക്ക് നല്ല സാക്ഷി വര വേണം, ലൈക്ക് കിട്ടും, ലൈക്ക് കിട്ടും. എടാ, യൂട്യൂബിനകത്ത് ലൈക്ക് അടിച്ചാൽ നിനക്കെന്തോ കിട്ടാൻ? യൂട്യൂബിൽ ലൈക്ക് അടിച്ചാൽ നിങ്ങൾക്ക് എന്നെ കിടക്കും? എന്തെങ്കിലും ഗുണമുണ്ടോ? ഏതാவது പ്രയോജനം ഇருக்கு? അപ്പോൾ 100 രൂപ അയച്ചു തന്നാൽ പോട്ടെ, നിനക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടാം. 100 രൂപ അണിപ്പി കൊടുത്താൽ പറവായില്ല എന്ന് നിனைக்கலாம். അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ലൈക്ക് വേണ്ട, 100 രൂപ എന്നാൽ ഞാൻ ആരെങ്കിലും സഹായിച്ചോളാന്ന് പറ. എനിക്ക് ലൈക്ക് വേണ്ട, 100 രൂപ ലൈക്ക്. എനിക്ക് 1200 ലൈക്ക് കിട്ടിയെന്ന് ഈ പോഷന്മാരായ പെണ്ണുങ്ങളും ആണുങ്ങളും എന്തോ പറയാൻ. എനിക്ക് 1200 ലൈക്ക് கிடைக்கிறது എന്ന് சொல்லி மூடர்களாகிய இந்த மக்கள் சொல்லுகிறார்கள். ലൈക്ക് കിട്ടാൻ വേണ്ടി പോയൊരുത്തി ഇപ്പൊ ജയിലിൽ കിടക്കുക. ആ ലൈക്ക് கிடைக்கிறதுக்காக போன ஒரு ஆள் இப்பொழுது ஜெயிலுக்குள்ள இருக்கிறார். അവിടെ കിടന്ന് കിട്ടുന്ന സാപ്പാട് പോകാതെ വഴക്കുണ്ടാക്കുന്ന ഒരു ദിവസം പറയുന്നത് കേട്ടു. அங்கே இருக்கிறதான உணவு சரியில்லை என்று சொல்லி அங்கே அவள் சண்டையிடுகிறார். ലൈക്കിന് പോയതാണ്. ലൈക്ക് പെറുவதற்காக போனது. സൂക്ഷിച്ചോണം. കവനമായി. നിങ്ങൾക്ക് വെറും ഈ എന്തുവാ നാടൻ ഭാഷ പറഞ്ഞാൽ വെടലകളായിരുന്നു. വിളയാത്തവന്മാർ. അവர்கள் മുതിർച്ചടയാதவர்கள்.
ഇവിടെ ആരുടെ ലൈക്ക് നീ സമ്പാദിച്ച നിനക്ക്, നീ അധ്വാനിച്ച നിനക്ക് ജീവിക്കാം. நீ உழைத்தால் நீ வாழலாம். മര്യാദയ്ക്ക് ദൈവത്തെ വിളിച്ച് പോകാമെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം. சமாதானமாக ஆண்டவரை அழைத்து போனால் சமாதானமாக ஜீவிக்கலாம். ഇന്ന് ലൈക്ക് വിളിക്കുന്നവർ നാളെ അതിൻ്റെ കാല് വാരും. இந்த லைக்கு கொடுக்கிறவர்கள் நாளை உங்களை காலை வாரி விடுவார்கள். സഭക്കാരും അങ്ങനെ തന്നെ, സഭക്കാരും. சபையாரும் அப்படித்தான். ഞാൻ അതുകൊണ്ട് ഏത് സഭയിൽ ചെല്ലുമ്പോഴും ஆகவே நான் எந்த சபைக்கு ഈ சென்றாலும் കുമളി സഭയെ ഒന്ന് മുട്ടുകുത്തി, ഞാൻ ഈ ഹോളി മുട്ടുകുത്തി, கும்பளி சபைக்கு வந்து இந்த കർത്താവേ ഇവിടെ നീ തരുന്ന എല്ലാ നന്മകളും ചെയ്തതിന് ശേഷം ஆண்டவரே இங்கே கொடுக்கிற எல்லாத்தையும் நான் செய்து முடியும். ഞാനിവിടുന്ന് പോകുമ്പോൾ நான் இங்க இருந்து போகும் ഈ பொழுது ബെന്നി ഉൾപ്പെടെ, ബെന്നിയുടെ പേര് പറഞ്ഞില്ല, ഉദാഹരണം പറയാം, ബെന്നി ഉൾപ്പെടെ സകലരും ആണിയും ചുറ്റിയായിട്ട് വെച്ചിട്ടുണ്ട്. അവരടിച്ചു വിടും. അതിനായി സ്തോത്രം. பெண்ணி உள்பட எல்லாரும் ஆணியை சுற்றி வைத்திருக்கிறார், அவள் அதை என்னை அடித்து விடுவார்கள். ഇതാണ് എനിക്ക് കിട്ടുന്ന പ്രതിഫലം. இதுதான் எனக்கு கிடைக்கக்கூடிய பலன். സെൻട്രൽ പാസ്റ്റർ കിരീടം തരും. சென்ட்ரல் பாஸ்டர் கிரீடம் தருவார். ഒന്നുമില്ല, പല സെൻട്രൽ പാസ്റ്റർമാർക്ക് നമുക്ക് മുൾക്കിരീടം തന്നിട്ടുണ്ട്. பல சென்ட்ரல் பாஸ்டர் எனக்கு கிரீடம் தந்திருக்கிறார், കിരീടം. முட்கிரீடம் தந்திருக்கிறார்கள். പക്ഷെ அതൊക്കെ പിന്നീട് ആശീർവാദമായി മാറിയിട്ടുണ്ട്. பின்பு அதெல்லாம் ஆசீர்வாதமாய் மாறினது. ഇതൊക്കെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. இதைத்தான் நான் எப்பொழுது விரும்புகிறோம். ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ഇത് കണ്ടു, நான் இந்த நாட்கள் சமீபத்தில் கொண்டு ഒരു കഥ കേട്ടു. ஒரு கதை கேட்டேன். ഒരു ഇവിടെ ഫിൻലാൻഡിൽ എവിടെ നടന്ന സംഭവമാണ്. பின்லாண்டில் எங்கேயோ நடந்த ஒரு காரியம். അവിടെ ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് கிறிஸ்துமஸ் நாட்களிலே ചില ഗിഫ്റ്റുകൾ കൊടുക്കും. சில பரிசுகளை கொடுப்பார்கள். ചില കുട്ടികൾ ജനിക്കുമ്പോഴും അങ്ങനെ ഉണ്ടാകുന്നതാണ്. சில பிள்ளைகள் பிறக்கும் பொழுதும் கொடுப்பார்கள். അപ്പോൾ ക്രിസ്മസ് പ്രസന്റേഷൻ കൊടുക്കാൻ கிறிஸ்துமஸ் பரிசு கொடுப்பதற்கு വെള്ളാരം കല്ല്, തോട്ടിൽ പോയി വെള്ളാരം കല്ലെടുക്കും, ഇങ്ങനെ വെള്ളക്കല്ലുകൾ, கூழாங்கற்களை எடுத்துக்கொண்டு வந்து, അതാണ് ഏറ്റവും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ, அதை கொடுக்கும் பொழுது ഏറ്റവും ഉരുണ്ടതും മിനുസമായത് കൊടുക്കുമ്പോൾ അത്ര കണ്ട് അവരെ റെസ്പെക്ട് ചെയ്യുന്നതാണ്. நல்ல உருட்சியான அந்த கல்லை கொடுக்கும் பொழுது அவர்களை அதிகமாக நேசிக்கிறதாக அர்த்தம். അങ്ങനെ അപ്പനും മകനും കല്ല് പെറുക്കാൻ പോയി. அப்படி தகப்பனும் மகனும் கற்களை பிறக்க போனார்கள். അപ്പൻ ചെന്ന അവിടെ നിന്ന് ഒരു കല്ല് കിട്ടി എടുത്തു. தகப்பனார் போன உடனே ஒரு கல்லை எடுத்து விட்டார். കൊച്ചു പയ്യനാ. மகன் சிறு பயம். അവൻ വിചാരിച്ചു അപ്പന് വേണ്ടി കൊടുക്കേണ്ടതല്ലേ, இது அப்பாவுக்காக கொடுக்க வேண்டியதானே. അവൻ തപ്പി 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 നല്ല ഫിനിഷുള്ള ഒരു കല്ലെടുത്തു. அவன் நன்றாக முழுமை அடைந்த ஒரு கல்லை எடுத்தான். ഇവൻ കൊണ്ട് അപ്പൻ ആ കല്ല് കൊടുത്തു. அவன் அதை கொண்டு போய் தகப்பனாருக்கு கொடுத்தான். അപ്പനെ ഒരു കല്ല് അവന്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. தகப்பன் ஒரு கல்லை அவனுடைய கையில வைத்து കൊണ്ടപ്പോഴേ അവന്റെ ഇത് പൊട്ടി ചോര വരാൻ തുടങ്ങി. அது அவன் கையில் வந்த பொழுதே அவன் கை உடைந்து, യാതൊരു മിനുസമില്ല, കൂർത്ത കല്ലുകൾ. அது எல்லாம் கூர்மையான கல். അവന് മനസ്സിലായില്ല, அப்பொழுது புரியவில்லை, എന്റെ അപ്പൻ ഇത്രയും കഠിനമാണോ. என்னுடைய தகப்பனார் கடுமையானவரா. പക്ഷെ പിന്നീട് മനസ്സിലായി, பின்பு அவன் புரிந்து கொண்டான், നീ മാർദ്ധവത്തിലല്ല വളരേണ്ടത്, உருட்சியாக நாம் வளரக்கூடாது, മറ്റുള്ളവരുടെ ആ ഇതിലല്ല വളരേണ്ടത്, மற்றவருடைய அந்த தைரியத்தில் அல்ல, ഇതിലെല്ലാം അധികരിച്ച് ജീവിക്കേണ്ടവനാണ്. இதையெல்லாம் அதிஜீவிக்க வேண்டும் நாம். അതാണ് ശരി, அதுதான் சரி. കർത്താവ് യേശുവിനെ പറ്റി പറയുമ്പോൾ, ஆண்டவர் இயேசுவை குறித்து சொல்லும் பொழுது, പിതാവായ ദൈവം പുത്രനെ തകർക്കുവാൻ പ്രസാദം തോന്നി. பிதாவாகிய தேவன் குமாரன் நொறுக்க சித்தமானார். അങ്ങനെ വളരുന്നവർ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. அப்படி வளர்கள் மட்டுமே ஆசீர்வதிக்கப்படுவார்கள். വെള്ളക്കരണ്ടി കൊണ്ട് ജീവിക്കുന്നവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. நல்ல ഉരുളமான തിരച്ചിൽ, ഇല്ല, വെള്ളക്കരണ്ടി, സ്വർണ്ണക്കരണ്ടി, பொன் கரண்டியை வைத்திருக்கிறவர்கள் ஆசீர்வாதம் பெற மாட்டார்கள். ഇതിൽ അഭ്യസ് ഇപ്പോൾ കഴുകൻ തന്റെ കൂടെ നിൽക്കുമ്പോൾ, கழுகு தன்னோடு கூட இருக்கும் பொழுது, കുഞ്ഞുങ്ങൾ അതിനകത്ത് ഇത് ജനിക്കുമ്പോൾ, പ്രസവിക്കുമ്പോൾ குழந்தையாவது നല്ല മിനുസമുള്ള തൂവലിന്റെ പുറത്താണ്. அது நல்ல சரி, நல்ல மினுசமான தூவலில் கிடக்கும். കുറെ നാൾ കഴിയുമ്പോൾ, கொஞ்ச நாட்கள் கழியும் போது ഈ മിനുസമുള്ള തൂവൽ കൊത്തിക്കളയും. இந்த மினுசமான தூவல்கள் எல்லாம் அது கொத்தி கலைந்து விடும். അപ്പോൾ കുറച്ചുകൂടെ പരുക്കനായ ഒരു പുല്ല്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. அதற்கு பிற்பாடு கொஞ்சம் கட்டியான கடினமான புற்களை ഇപ്പം കൂടെ ദിവസം കഴിയുമ്പോൾ അതും കൊത്തിക്കളയും. சிறு நாட்கள் அதையும் மாற்றிவிடும். അപ്പോൾ കുത്തിക്കൊള്ളുന്ന ഭയങ്കര മുള്ള്, കാട്ടുമുള്ളുകളെ. அதற்கு பிற்பாடு பார்த்தால் முட்கள் இருக்கும். ഇതവിടെ കടക്കാൻ ഒക്കത്തില്ല. அது அங்கே இருக்க முடியாது. അത് കടക്കാൻ നോക്കിയാലും അവിടെ വിശ്രമിക്കാൻ ഒക്കത്തില്ല. அங்க அது இளைப்பாற நினைத்தால் அதனால் முடியாது. ഈ മുള്ളിങ്ങനെ കുത്തുന്നുണ്ട്, முள் குத்துகிறதுனாலே അത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറക്കുകയാണ്. அங்க இருந்து தப்பிக்க அது பறக்க முயற்சிக்கும். അങ്ങനെ പറന്നു പോകും. அப்படி அது பறந்து போய்விடும். അപ്പൊ അതിനെ പറക്ക പിടിക്കാൻ കഴുകൻ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ്. அது பறக்க வைப்பதற்காக கழுகு கண்டுபிடித்த தந்திரம். പക്ഷേ അത് കഠിനമായി തോന്നാണ്. ஒருவேளை அது கடினமாக இருந்தால், ഇതുപോലെ ദൈവം നമ്മെ കഠിനമായി നടത്തുന്ന സമയത്തും ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. இதை போல தேவன் நம்மை கடினமாய் நடத்தும் பொழுது ஆண்டவருக்கு ஒரு திட்டம் இருக்கிறது. ആ പദ്ധതിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. அந்த திட்டத்திற்கு ஒப்பு கொடுப்போம். ഒരു കാര്യം ഓർത്തോണം, ஒரு காரியத்தை ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ஆண்டவருக்கு தெரியாமல் ஒன்று நம்முடைய வாழ்க்கையில் സംഭവിക്കും. എസെക്കിയാവിന് സംഭവിച്ചതുപോലെ, எசேக்கியாவுக்கு வந்தது போல, അവൻ കൃപയിലും ദൈവസാന്നിധ്യം നിന്നപ്പോൾ മറഞ്ഞു ജീവിച്ചു. அவன் கிருபையிலும் தேவ பிரசன்னத்தில் இருந்தபோது மறைந்து வாழ்ந்தான். ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ தேவ கிருபை இழந்த பொழுது അവൻ തന്നെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി. அவன் தன்னை பிரசித்தப்படுத்தினான். അത് അവൻ പ്രവാസത്തിലേക്ക് പോകാനിടയായി. அவன் சிறைவாசத்திற்கு போக, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. நம்மோடு இருக்கிற உலகத்தில் இருக்கிற ഒരു பெரியவர். എക്സാമ്പിൾ പറഞ്ഞ് അവസാനിക്കാം. ஒரு உதாரணத்தை சொல்லி நிறுத்த விரும்புகிறேன். 2 രാജാക്കന്മാരുടെ പുസ്തകം 2 ராஜாக்களின் புத்தகம் 6-ാം അധ്യായം 6வது அதிகாரம் അതിന്റെ 17-ാം വാക്യം വായിക്കാം.
அதனுடைய 17வது வசனத்தை வாசிப்போம். പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ 16 മുതൽ വായി. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു." പേടിക്കേണ്ട. பயப்பட வேதை. അതിന് മേളിൽ വായിക്കുമ്പോൾ மேலே வாசிக்கும் பொழுது യെസക്കിയാ പറഞ്ഞ പോലെ തന്നെയാണ്. 15 മുതൽ വായിച്ചേ. 15 முதல் വാസിപ്പോ. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ, നോക്കണം, ദൈവപുരുഷന്റെ ബാല്യക്കാരൻ, നല്ല പേരാ. தேவ மனுஷனுடைய வேலைக்காரன். പേരെന്തുവാ? பேர் என்ன? പെന്തിക്കോസിലെ സുവിശേഷ വേലക്കാരൻ. பெந்தோகோஸ்தேல சுவிசேஷ வேலை. പേരെന്തുവാ? பேர் என்ன? കുമ്പളിയിലെ പെന്തിക്കോസിലെ വിശ്വാസി. குமிழி இருக்கிற தீபெந்தோகோஸ்தே விசுவாசி. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താ? நம்முடைய தரம் என்ன? ഇത്രേ ഉള്ളൂ. இவ்வளவுதான். അത് രാവിലെ എഴുന്നേക്കും. அதிகாலை எழுந்திருப்போம். സ്തോത്ര പ്രാർത്ഥനയൊന്നുമില്ല, சோத்திர ஜெபம் இல்லை, ദൈവമായിട്ട് ബന്ധമില്ല, ஆண்டவர் உறவில்லை, കണ്ണു തിരുപ്പി രാവിലെ എഴുന്നേക്കും. கண்ணை துடைத்துக் கொண்டு வெளியேறுவார். കാശുണ്ടാക്കാൻ പോകണം, எப்படியா பணம் சம்பாதிக்க வேண்டும், ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യം ചെയ്യണം. மற்றவர்களுக்கு ஏதாவது செய்ய வேண்டும். പക്ഷെ ദൈവമായിട്ട് ബന്ധമില്ല. ஆனால் தேவனோடு உறவில்லை. ഇങ്ങനെ പോകുന്നവർക്കാണ് இப்படி போகிறவர்களுக்கு ഇവൻ എഴുന്നേറ്റ് കണ്ണുമൊക്കെ തുടച്ച് രാവിലെ എഴുന്നേറ്റ് വരിക. அவன் കാலை எழுந்து കണ്ണുകളെ തുടച്ച് വായിക്കാം. ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി അവൻ പട്ടണം രാവിലെ എഴുന്നേറ്റപ്പോൾ அவன் காலையில் எழுந்த பொழுது വലിയൊരു കുതിരകൾ, സൈന്യങ്ങൾ, ഒരു സംഘം തന്നെ അവിടെ വളഞ്ഞിരിക്കുക. ஒரு குதிரையின் கூட்டமும் ராணுவ கூட்டமும் എന്തോ അതിന് സംഭവം എന്തുവാ? சம்பவம் என்ன? ഇതാ മറ്റൊരു ആരാം രാജാവ്. மற்றொரு ஆறாமிய ராஜா. അതിന്റെ വായിച്ചേ എത്രയാ? 7 8 വാക്യം വായിച്ചേ. അനന്തരം അരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി. ആരാം രാജാവ്, ആരാം എന്നത് സിറിയ എപ്പോഴും ഇസ്രായേലിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അസിരിയ ദേശം എന്നത് ഇസ്രായേലിന് എതിരാக செயல்படுகிற നാട്. ഇപ്പോൾ സിറിയ ദേശം ഇസ്രായേലിനെതിരായിട്ട് യുദ്ധത്തിന് വരികയാണ്. സിറിയ നാട്ടവர்கள் ഇസ്രായേലിற்கு എതിരാக യുദ്ധത്തിற்கு வருகிறார்கள். ഈ രാജാവും തന്റെ ക്യാബിനറ്റും രാജാവും അവരുടെ മന്ത്രികളും പദ്ധതിയെല്ലാം പ്ലാൻ ചെയ്ത് അവர்கள் എല്ലാം திட்டம் போட்டு സൈന്യം പോയി അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ சேனை அங்கே இறங்கும் பொழுது അവിടുത്തെ ആളുകൾ മാറും. அங்கே இருக்கிற ஜனங்கள் மாறிவிடுவார்கள். ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. அவர்களால் ஒன்றும் செய்ய முடியாது. ഇങ്ങനെ പല പ്രാവശ്യമായപ്പോൾ இப்படி பல தடவை ஆன பொழுது രാജാവിന് സംശയം. ராஜாவுக்கு ஒரு சந்தேகம். നമുക്കിട്ട് ആപ്പ് വെക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. யாரோ நமக்கு சதி பண்ணுகிறவர்கள் இருக்கிறார்கள். പറയുന്നത് കേട്ട് അവിടെ പോയി ചാരപ്രവൃത്തി ചെയ്യുന്നവർ ഇതിനകത്തുണ്ട്. நாம் இங்கே திட்டமிடுகிறது அங்கே அறிவிக்கிற ஒருவர் இருக்கிறார். അങ്ങനെ രാജാവ് ചോദിച്ചപ്പോൾ அப்படி ராஜா கேட்ட பொழுது ഒരു പ്രധാനപ്പെട്ട ആൾ പറഞ്ഞു, അങ്ങനെയല്ല രാജാവേ. அதுல பிரதானி சொன்னார், அப்படி இல்லை ராஜாவே. അവിടെ ഒരു പ്രവാചകന് നീ ഇവിടെ ആലോചിക്കുന്ന കാര്യം அங்கே ஒரு தீர்க்கதரிசி இருக்கிறார். அவர் நீங்க ஆலோசிக்கிற காரியத்தை 12 വാക്യം. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. കാര്യം அப்படிയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ നീ നിന്റെ ഉറക്കറയിൽ സംസാരിച്ചാൽ പോലും നീ ഉன்னுடைய പള്ളിയറയിലെ பேசினாலும் അതിനെ ഗ്രഹിക്കக்கூடிய ഒരു പ്രവാചകൻ ഇസ്രായേലിലുണ്ട്. அதை அறிந்து கொள்ளக்கூடியதான ஒரு தீர்க்கதரிசி ആ പ്രവാചകനാണ് ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. இந்த தீர்க்கதரிசியே இதை அவர்களுக்கு அறிவிக்கிறார். ഈ പൊട്ടൻ രാജാവ് ഉടനെ എന്താ പറയുന്നത്? இந்த മൂടനാകിയ രാജ ഇതെല്ലാം അറിந்து എന്നാ പിന്നെ അവനെ പൊക്കാം. ஆகவே அவனை போய் பிடித்துக் ആദ്യം അവനെ പൊക്കിയിട്ടേ ഉള്ളൂ കാര്യം. இரவு வேளையில் அவனை பிடித்து வாருங்கள். നോക്കണം, பாருங்கள். ഇവിടെ രാജാവിനെ ആക്രമിക്കാൻ പോകുന്ന സംഭവം അറിയുന്ന പ്രവാചകന് ராஜாவை தாக்குவதற்கு வந்த அதை அறிவித்த தீர்க்கதரிசியை പിടിക്കാനായിട്ട് ഇവൻ സൈന്യത്തെ അയക്കുകയാണ്. இவன் பிடிக்கும்படியாக சேனைகளை அனுப்புகிறான். ഒരു ഉപദേശിയെ പിടിക്കാൻ ഇത്രയും സൈന്യം വേണോ? ஒரு உபதேசியாரை பிடிக்க இவ்வளவு சேனை வேண்டுமா? ഉപദേശിമാര് തിരിച്ചടിക്കത്തില്ലല്ലോ. உபதேசியார்கள் திருப்பி தாக்க மாட்டார்கள். ഇന്നത്തെ ഉപദേശിമാരെ സൂക്ഷിക്കണം കേട്ടോ. இன்னைக்கு இருக்கிற உபதேசிகளை கவனிக்க வேண்டும். ശരിയായ ഉപദേശികാരി ഞാൻ പറയുന്നത്. അവർ തിരിച്ചടിക്കത്തില്ല, അനാവശ്യം പറയത്തില്ല, കള്ളം പറയത്തില്ല. சரியான உபதேசிமார்கள் அவர்கள் பொய் சொல்ல மாட்டார்கள், திருப்பி தாக்க மாட்டார்கள். പണ്ട് ഒരു സംഭവം ഉണ്ടായി കേട്ടോ. മുൻകാലത്തിലെ ഒരു സംഭവം ഡൽഹിയിലെ സുവിശേഷ വിരോധികളായ 3-4 പേര് വെള്ള ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് സുവിശേഷ വിരോധികളാണ് ചിലർ താങ്കൾ സുവിശേഷങ്ങളെ പോലെ വേഷം ധരിത്ത് ഡൽഹി കൺവെൻഷൻ ഒന്ന് ഫ്രണ്ടിൽ ഇരിക്കുക. ഡൽഹി കൺവെൻഷനിൽ മുന്നാൾ വന്ന് ഇരിക്കാറുണ്ട് ഈ ഉപദ്രവിക്കാൻ. അവളെ ഉപദ്രവം പാസ്റ്റർ ലാസസ് അവിടെ ഉണ്ട്. പാസ്റ്റർ ലാസസ് അങ്ങ് ഇരിക്കാറുകൾ. പാസ്റ്റർ മരിച്ചുപോയ വിൽസൺ പാസ്റ്ററാണ് പ്രസംഗിക്കുന്നത്. മരണമടയുന്നതാണ് വിൽസൺ പാസ്റ്റർ ചീഫ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ചീഫ് പാസ്റ്റർ പേശിക്കൊണ്ടിരിക്കുക. വിഗ്രഹാരാധന എന്നൊരു വാക്യം വന്നു. വിഗ്രഹാരാധനയുടെ വാർത്ത അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, വിഗ്രഹാരാധികൾ. ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തങ്ങൾക്ക് ഏതാവത് കുറ്റം കണ്ടുപിടിപ്പதற்கு അവர்கள் இருந்தார்கள். ഇവർ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിഗ്രഹാരാധനയെ പറ്റി പറഞ്ഞു പോയിട്ട് ഇവന്മാർ കയറി മൈക്കും സ്റ്റാൻഡും എല്ലാം അടിക്കാൻ തുടങ്ങി. വിഗ്രഹ ആരാധനയെ പറ്റി சொன்ன பொழுது எங்களை தான் சொல்கிறான்னு சொல்லி அவர்கள் ஏறி மைக்கின் ஸ்டாண்டை பிடித்து அடிக்க ഒരു 5-6 പേരുണ്ട്. அவர்கள் 5-6 பேர் இருந்தார்கள். അല്പ നിമിഷങ്ങൾക്കകം சிறிது நொடியிலே ഒരു 10-15 നല്ല സ്റ്റൗട്ട് ആയിട്ടുള്ള ആളുകൾ കയറി വന്നു. கொஞ்சம் ஸ்டவுட்டான நல்ல தடிமனான கொஞ்சம் ஆட்கள் ஏறி வந்தார்கள். ഇഞ്ച പരുവാക്കി அவர்கள் அடித்து நொறுக்கி விட்டார்கள். അപ്പൊ അവർ പറയാ, அப்பொழுது அவர் சொன்னார்கள், പെന്തിക്കോസുകാർ തിരിച്ചടിക്കത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞു. பெந்தோகோஸ்தர்கள் திருப்பி அடிக்க மாட்டான்னு நினைத்தோம்.
ആ ചിന്തയോട് വേണം ഞങ്ങൾ കയറി അടിക്കാൻ മതി. ഇപ്പം തേണ്ട ഞങ്ങളുടെ പരിവ് ഇതായെന്നും പറഞ്ഞ് அந்த நினைவோடு நாங்கள் வந்தோம். ஆனால் எங்கள் நிலைமை இப்படி ഇനി അടിച്ചവർ തന്നെ ആശുപത്രി കൊണ്ടുപോയി. அடித்தவர்களே அவர்களை ஆஸ்பத்திரிக்கு கொண்டு ആരായിരുന്നു അവര്? அவர்கள் யார்? അവര് ആംഡ് പോലീസുകാരായിരുന്നു. அவர் ஆம்டி போலீஸ்காரர். നമ്മുടെ ഒരു വിശ്വാസി പോലീസിന്റെ കമാൻഡറായിരുന്നു. நம்முடைய ஒரு விசுவாசி அந்த போலீസിனுடைய தலைமையில் இருந்தார். അയാൾ കൺവെൻഷൻ വന്നപ്പോൾ அவர் കൺവെൻഷனுக்கு വന്ന பொழுது ഇവരും പോന്നു. இவர்களும் வந்தார்கள். വെള്ള ഡ്രസ് ഇട്ടുണക്കിയാ വന്നത്. அவர்கள் എല്ലാവരും വെള്ളയല്ല. அவர்கள் வந்தார்கள். அவர்கள் பெரும்பான்மை അവർ പോലീസുകാർ, അവരാരും വിശ്വാസികളല്ല. அவர்கள் போலீசார், அவர்கள் விசுவாசிகள் இல்லை. പക്ഷെ ഇത് കണ്ടപ്പോൾ അവർ കയറി അങ്ങ് നിർത്തി. இதை பார்த்த பொழுது அவர்கள் சரியாக അവർ വിചാരിച്ചത് വിശ്വാസികളാന്ന് വിചാരിച്ചതാ. அவர்கள் വിശ്വാസികൾ എന്ന് நினைத்தார்கள். ദൈവം മുന്നമേ കണ്ടിരിക്കും, ദൈവം മുന്നേ കണ്ടിരുപ്പാർ. പിന്നെ നേതാക്കന്മാരെല്ലാം ഒന്ന് കോംപ്രമൈസ് ആക്കി. பின்பு அவருடைய தலைவர்கள் வந்து சமாதானமானார்கள். ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല, இனி இப்படிப்பட்ட பிரச்சனை வராது. ഞങ്ങളും പഠിച്ചു. അപ്പൊ ചില സമയത്ത് ദൈവം ഇങ്ങനെ ചിലരൊക്കെ ചെയ്യും. ஆண்டவர் சில வேளையில் இப்படிப்பட்ட காரியங்களை செய்வார். ഞാനൊരു തോമസ് സാറിനെ കൊണ്ട്, ബാബു സാറിനെ കൊണ്ട് സുവിശേഷം അറിയിക്കും. എമ്മക്കാരന് ஒரு எம்ஐக்காரனா தாமஸ் சாருக்கு சுவிசேஷம் அறிவிக்க போனேன். പുള്ളിക്ക് പഴയ വിശ്വാസിയുടെ മോന്, பழைய விசுவாசியுடைய மகன், കോളേജ് നടത്തുന്ന ആളാണ്. அவர் காலேஜ் நடத்தி கொண்டிருக்கிறார். അപ്പം ഞാൻ ഭരണിക്ക് ഒരിടത്ത് ചെന്നപ്പോൾ ഇങ്ങനെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ நான் ஒரு முறை சுவிசேஷம் அறிவிக்க சென்று സഭ ഉണർന്നു. സഭ ഉണർന്നിക്ക് സമയം சபை எழுச்சி அடைந்த ஒரு நேரம் ഞാനും വരിക സുവിശേഷം അറിയിക്കാന്ന്. நானும் சுவிசேஷ வேலைக்காக வருகிறேன். ഞങ്ങളുടെ ഒരു യാക്കോക്കാരൻ അച്ഛൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് ശാസിക്കാൻ കള്ളനാണ്, ஒரு சபையை சேர்ந்த ஒருவர் எங்களை திருடர்கள், വിദേശത്തെ പണം വാങ്ങിച്ച് കൊള്ളയടിക്കുന്നത്, മറ്റേ മറിച്ചുള്ള തുടങ്ങി. നീയൊക്കെ ഉപദേശിയാണ്, കള്ള ഉപദേശം, நீங்கள் ஆண்டவரை வைத்துக் கொண்டு கொள்ளையடிக்கிறீர்கள், நீங்கள் உபதேசிகளா என்று பேசினார். അപ്പം ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. நான் சிரித்துக் கொண்டே இருந்தேன். ദൈവദാസനെ ഇതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഈ ബാബു സാറിന് കൂടെ സ്പിരിറ്റ് കയറി. ஊழியரை இப்படி சொன்ன பொழுது அவருக்குள்ள ஒரு வல்லமை, നല്ലൊരു സ്റ്റൗട്ട് മാന്, அவர் நல்ல ഉറുതിയാனவர். പുള്ളി കൈയെല്ലാം മടങ്ങി. നീ ആരോടാണ് സംസാരിക്കും ചോദിച്ചുകൊണ്ട് ഈ അച്ചാരെ അടിക്കാൻ ചെല്ലുന്നു. அவர் நீ யாரை பார்த்து பேசுகிறாய் என்று சொல்லி அவரிடத்து ஆக்ரோஷமாக போனார். ഞാൻ കയറി തടഞ്ഞു. நான் தடுத்தேன். ഞാൻ ഇതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ് ബാബു സാറ്. ബാബു സാർ ഇത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. இதெல்லாம் நடக்கக்கூடியது, உங்களுக்கு அனுபவம் இல்லாதனால உங்களுக்கு கோபம் வருகிறது. പുള്ളി തണുക്കാൻ പറ്റിയ പാട്. അവരെ ആശ്വാസപ്പെടുത്തപ്പെട്ട പിന്നെ അച്ചാനോട് ഞാൻ തന്നെ പറഞ്ഞു, അച്ഛാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ, ഞങ്ങളുടെ ബാബുച്ചാനും കൊടുക്കട്ടെന്ന് പറഞ്ഞത്. അവരിടത്തിലേ சொன்னேன், நீங்க ஒரு glass தண்ணீர் கொண்டு இவருக்கு கொடுங்கள் என்று. അപ്പൊ ഈ യാക്കോക്കാരൻ പറയുക, இந்த யாக்கோபுக்காரர் சொல்கிறார், പാഷ ഈ സുവിശേഷകരെ കൊണ്ട് മടുത്തു. இந்த சுவிசேஷ வேலைக்காரர் അവിടെ ഇങ്ങനെ രണ്ടു പറയാൻ അവന്മാർ ഇറങ്ങി പൊക്കോളും. இப்படி ஏதாவது சொல்லும்போது அவள் போய் விடுவார். പക്ഷെ പാഷ ഇറങ്ങി പോയില്ല. ചിരിച്ചോണ്ട് നേരിട്ട് എനിക്ക് മനസ്സിലായി ഇത് ശരിയായ സുവിശേഷമാണെന്ന്. நீங்கள் அப்படி போகாமல் சிரித்துக் கொண்டிருந்தால் இதுதான் சரியான சுவிசேஷம் என்று அறிந்தேன். പുള്ളി പിന്നെ പോയി മുറി തുറന്ന് പഴമൊക്കെ എടുത്തുകൊണ്ട് തന്നു, ചായ ഒക്കെ ഇട്ട് തന്നു. அவர் பின்பு தன்னுடைய அறையை திறந்து பழங்களை கொண்டு வந்து கொடுத்தார், டீ இட்டு கொடுத்தார். കർത്തരുടെ അറയല്ല, വീട്ടിലെ അറ. வீட்டில் இருக்கிறதான அறையை திறந்து இதை செய்தார். അപ്പൊ അങ്ങനെയുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിച്ച് വേണം പോവാൻ. ഇതെല്ലാം എതിർവാർത്ത് தான் നാം പോക வேண்டும். സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. നാം തെரியപ്പെടുത്തും പൊഴുത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഈ പ്രവചനം പറഞ്ഞപ്പോൾ இந்த தீர்க்கதரிசனம் சொன்ன பொழுது പ്രവാചകനെതിരായിട്ട് രാജാവ് സൈന്യത്തെ അയച്ചു. இந்த தீர்க்கதரிசிக்கு எதிராக சேனை அனுப்பினார் ராஜா. അങ്ങനെ രാവിലെ ദൈവദാസന്റെ പ്രവാചകന്റെ ശിഷ്യൻ அந்த அதிகாலையிலே தீர்க்கதரிசனுடைய வேலை രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തോത്രം ചെയ്യാതെ அவன் காலையில் எழுந்து தேவனை துதிக்காமல் കണ്ണും തിരുമ്പി എഴുന്നേറ്റ് വന്നപ്പോൾ அவன் കണ്ണை തുളച്ചുകൊണ്ട് വെളിയെ വന്ന പൊழுது ഈ സൈന്യങ്ങളെയും കുതിരയും കാണുകയാണ്. இந்த சேனைகளையும் குதிரைகளையும் பார்க்கிறான். അവനത് കണ്ടിട്ട് എന്താ പറയുന്നത്? அவன் பார்த்துவிட்டு என்ன சொல்றான்? വായിച്ചേ അയ്യാ നല്ലവന്. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനേ, അയ്യോ ആണ്ടവനേ. ഈ സ്വരം കേൾക്കുമ്പോഴേ അറിഞ്ഞോണം നമ്മളുള്ള പിന്മാറ്റം ഉണ്ട്. இந்த வார்த்தையை கேட்கும் பொழுது நமக்குள்ள അയ്യോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ ഞാൻ என்ன செய்வேன்? കാരണം ദൈവമായിട്ട് ബന്ധമില്ല, ആണ്ടവരോട് ഉറവില്ലേ. ദൈവമായിട്ട് ബന്ധമുള്ള ദേവനത്തിൽ ഉറവുള്ള എലീശ എന്താ പറയുന്നത്? വായിച്ചു. എലീശ എന്ന് சொன்னார், അതിനും അവൻ പേടിക്കേണ്ട. അതാണ് ദൈവമായി ബന്ധമുള്ളവർക്ക് ദേവനോട് ഉറവുള്ള ഏത് പ്രതിസന്ധിയിലും ഒരു ധൈര്യം ഉണ്ടാകും. എന്ത് പ്രതികൂലത്തിനും ധൈര്യം இருக்கும். അതാണ് ദൈവം പറഞ്ഞു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ആകവേ നാം തിടമനതായി ഞാൻ നിന്നോട് കൂടി ഉണ്ട്, ഞാൻ ഉങ്ങളോട് കൂടി ലോകാവസാനത്തോളം, ഉലകത്തിൻ മുടിവരെ, എല്ലാ നാളും പേടിക്കണ്ട, ഭയപ്പെടാതെ. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാളും അധികം എന്ന് പറഞ്ഞു. നമ്മോട് ഇരിക്കുന്നവர்கள் അവர்களோடு இருக்கிறவர்களை பார்க்கலும் அதிகம் என்றார். ഇത് കാണണ്ടേ? ദൈവത്തിന്റെ പദ്ധതി കാണണ്ടേ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, യാതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ദേവൻ നമുക്കാக ആയത്തം பண்ணியிருக்கிற ഒരു കണ്ണും കാണവില്ല, ഒരു കാതും കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നവുമില്ല. ആത്മാവിൽ കാണാം, അതെ ആവിലെ കാണ வேண்டும். അവിടെ എലീശ എന്ത് ചെയ്തു? എലീശ என்ன செய்தார்? തന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ തன்னுடைய வேலைக்காரனுக்காக കർത്താവേ ഇവൻ കാണത്തക്കവണ്ണം, ഇവൻ பார்க்கும்படியாக
പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. ഇവൻ പാർക്കുംപടിയാക അവന്റെ കണ്ണുകളെ നമ്മുടെയും കണ്ണ് തുറന്നു കിട്ടിയാൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നില്ല കാണാൻ കഴിയും. ദൈവം നമുക്ക് ആകായത്തും പണിയൊക്കെ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം വാക്യത്തിൽ വായിച്ച്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഭേദാഭേദങ്ങൾ തിരിച്ചറിയേണ്ടതിനും. ഉങ്ങളുടെ മനക്കണ്ണുകൾ പ്രകാശിത്ത്. അപ്പൊ നമ്മുടെ മനക്കണ്ണുകൾ പ്രകാശിക്കും, മനസ്സിലുള്ള കണ്ണുകളെ പ്രകാശിപ്പിക്കണം. നമ്മുടെ മനക്കണ്ണുകൾ പ്രകാശിക്ക വേണം. വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ഉങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശത്തെ അനുപ്പി അവന്റെ വിളിയാനുള്ള ആശ എന്നതെന്നും. അവരുടെ അழைപ്പിനാൽ இருக்கிறதை നമ്മൾ എന്തിനു ദൈവം വിളിച്ചു, നാം എന്താകാൻ പോവുകയാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഈ നാളുകളിൽ പിശാച് നമ്മളെ മന്ദബുദ്ധികളാക്കി വെച്ചിരിക്കുകയാണ്. കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ വണ്ണം നമ്മളെ മന്ദബുദ്ധികളാക്കിയിരിക്കുകയാണ്. കർത്താവായ യേശു ഉയർത്തുന്നതിന് ശേഷം അത് വിശ്വസിക്കാതെ തന്റെ ദേശത്തിലേക്ക് മടങ്ങിപ്പോയ എരുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് മടങ്ങിപ്പോയ രണ്ടുപേരെ യേശു സന്ദർശിക്കുകയാണ്. അവരെന്ത് ചെയ്തു? പഴയ ചരിത്രമെല്ലാം പറയുന്നെങ്കിലും കണ്ണ് പിശാച് അടച്ചു കളഞ്ഞു. ഇന്ന് പലർക്കും പലതും അറിയാം, പലർക്കും தெரியும், ഉപദേശം അറിയാം, ചരിത്രം അറിയാം, ഉപദേശം தெரியும், ചരിത്രം தெரியும், പെന്തക്കോസ്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, പെന്തക്കോസ്തിന്റെ പിന്നണിയും தெரியும். പക്ഷേ കണ്ണടക്കപ്പെട്ടു. ஆனால் அவருடைய கண்கள் அடைக்கப்பட்டது. അത് തുറന്നു കിട്ടിയെങ്കിൽ മാത്രമേ വീണ്ടും ഉണർവുണ്ടാകുകയുള്ളൂ. അത് திறந்தால் மட்டுமே மீண்டும் எழுப்புதல் வரும். ഇപ്പൊ പലരും ഇങ്ങനെ ഇരുന്നാലും പലർ இப்படி இருந்தாலும் അവരെ കുറ്റം പറഞ്ഞിട്ട് കൊടുക്കാൻ അവരുടെ കുറ്റം അവരുടെ കണ്ണ് തുറന്നു കിട്ടണം. അവരുടെ കണ്ണുകൾ, നിങ്ങളുടെ സന്തതികളുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണം. അവരുടെ സന്തതിയുടെ കണ്ണുകൾ. എന്റെ 19ാമത്തെ വയസ്സിൽ என்னுடைய 19வது വയസ്സിൽ എന്റെ കണ്ണ് തുറന്നപ്പോൾ என்னுடைய കണ്ണുകൾ തിறந்தപ്പോൾ ഇതെല്ലാം കാണാനുള്ള ഭാഗ്യം കിട്ടി. ഇதை കാണக்கூடிய ഭാഗ്യം கிடைத்தது. അതിനുവേണ്ടി അമ്മയോ ആരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. அதற்காக என்னுடைய തായാറും പറഞ്ഞു. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, உங்களுடைய സന്തതികൾക്കായി ജപിയുங்கள், സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹവിശ്വാസികൾക്കായി, വേലക്കാർ വിശ്വാസികളും വിശ്വാസികൾ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഊഴിയர்கள் വിശ്വാസികൾക്കായി വിശ്വാസികൾ ഊഴിയர்கள். ഇവിടെ എന്ത് ചെയ്തു? ഇങ്ങനെ നടന്നത് 25 ലൂക്കോസിന്റെ സുവിശേഷം 24-25 വാക്യം മുതൽ വായിച്ചു. 24-ാം അധികാരം 25-ാം വചനത്തിൽ നിന്ന് വാസിപ്പോ. അയ്യോ ബുദ്ധിഹീനരെ, അയ്യോ ബുദ്ധിഹീനരെ, അയ്യോ ബുദ്ധിയില്ല മതിഹീനരെ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. தீர்க்கதரிசிகள் சொன்னதை விசுவாசிக்க. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ബുദ്ധി മന്ദമായി പോകും. ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ, ദൈവത്തിന്റെ നടത്തിപ്പാർ മൂലം തരുന്ന ആലോചനകളെ നിങ്ങൾ വിശ്വസിക്കാതെ പോകുമ്പോൾ നാമും ഞാനും നിങ്ങൾ മന്ദബുദ്ധികളായി തീരും. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്, മന്ദബുദ്ധികളെ. വായിക്കാം. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വീണ്ടും നമുക്ക് ചൈതന്യം വരണമെങ്കിൽ, അവർ അത് വിവരിച്ചു കൊടുത്താർ, വീണ്ടും ചൈതന്യം വരണമെങ്കിൽ വീണ്ടും അവർക്കുള്ള എളുപ്പത്തിൽ വന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും വചനങ്ങളെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ വചനങ്ങളെയും അവരുടെ ആലോചനകളെയും നാം പുരിந்துകൊള്ളണം. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ അവർ യേശുവെ കുറിച്ചാണ് വചനത്തെ ധ്യാനിച്ചു. തോട്ട് വായിക്കുക. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ഓർത്തോണം, യേശുവിനെ നിങ്ങൾ പറഞ്ഞയക്കരുത്. യേശുവെ നിങ്ങൾ അനുപ്പിവിടக்கூடாது. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി യേശുവില്ലാത്തൊരു ജീവിതത്തിന് പോകരുത്. തൽക്കാലமான ലാഭത്തിற்காக യേശു ഇല്ലാமல் വാഴ. അവരെന്താ ബുദ്ധിയോടെ ചെയ്തത്? അവർ என்ன செய்தார்கள்? യേശു അങ്ങ് കയറി ചെല്ലുന്ന ആളല്ല. യേശു ഏറി ചെല്ലുക. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ഞാൻ യേശു വാതിലിൽ നിന്ന് തട്ടി. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവരെന്നോട് ഞാനോട് ഭക്ഷണം കഴിക്കും. തിരുവചനം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആണ്ടവർ இப்படி சொல்லும் பொழுது ചൊല്ലിയതിനു ശേഷം
சொன்னதுக்கு பிறகு യേശു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. அவர் கடந்து போகும்படியாக நினைத்தார். അവർ വാളണ്ടറി പറഞ്ഞു പോരുത്, ഞങ്ങളോട് താമസിക്കണം. அவர்கள் கட்டாயப்படுத்தி சொன்னார்கள் எங்களோட. യേശു എവിടെല്ലാം താമസിച്ചിട്ടുണ്ടോ, இயேசு எங்கெல்லாம் தங்கி, യേശു ആരുടെ താമസിച്ചിട്ടുണ്ടോ இயேசு யாரோட ആ தங்கினார் വീടിലെല്ലാം ഐശ്വര്യവും ചൈതന്യം വന്നിട്ടുണ്ട്. அங்கெல்லாம் ஆசீர்வாதமும். സഖായുടെ വീട്ടിൽ യേശു വന്നപ്പോൾ അവിടെ ഐശ്വര്യം വന്നു. ஆ சகையனுடைய வீட்டுக்கு இயேசு சென்ற பொழுது, പത്രോസിന്റെ പടകിൽ യേശു വന്നപ്പോൾ അവിടെ ഐശ്വര്യമുണ്ടായി. பேதுருடைய வீட்டுக்கு இயேசு சென்ற பொழுது அங்க ஐஸ்வர்யம் வந்தது. സ്വർഗ്ഗത്തിലെ സകലവിധമായ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കുവാൻ കർത്താവ് തയ്യാറായിരിക്കുകയാണ്. எல்லா விதமான பரலோகத்தின் ஆசீர்வாதம் கொடுக்க ஆண்டவர் போதுமானவர். യേശുവിനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടരുത്, இயேசு உங்களுடைய வீட்டில் இருந்து அனுப்பி விடாதீர்கள். നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അയച്ചു കളയരുത്. உங்களுடைய வாழ்க்கையில் இருந்து അവർ அனுப்பாதீர்கள். നിർബന്ധിച്ച് യേശുവിനെ അവരെ കൈക്കൊണ്ടപ്പോൾ, அவர்கள் കട്ടായപ്പെടുത്തി യേശുவை ഏറ്റുകൊണ്ട பொழுது, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. அவரை ஏற்றுக்கொண்ட அவருடைய നാമത്തിൽ വിശ്വാസമുള്ളവர்கள் ഞാൻ അവരിലും നിങ്ങൾ എന്നിലും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും അന്ന് വസിക്കുമെന്ന് ദൈവം പറയുന്നു. நீங்கள் என்னோடு கூட சேர்ந்திருக்கும் பொழுது நான் உங்கள் வந்து வசிப்பேன், நீங்கள் என்னோடு கூட അത് இருப்பீர்கள். ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. அது தேவனுடைய வாக்குத்தத்தம். ഈ വാഗ്ദത്തെ വിശ്വസിച്ചുകൊണ്ട് இந்த வாக்குத்தத்தத்தை വിശ്വാസം, കർത്താവിനെ കൈക്കൊണ്ട് അവരുടെ ഭവനത്തിൽ പ്രവേശിപ്പിച്ചു. அவர்கள் இந்த വാക്കുത്തത്തെ വിശ്വാസം. താട്ട് വായിക്കാം. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ അവന്റെ കണ്ണ് തുറന്നു. அப்பொழுது அவருடைய கண்கள் திறக்கப்பட்டது. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. தேவனுடைய வார்த்தை ஜீவனும் வல்லமையும் உள்ளது. ഇതിനെ നിസ്സാരമാക്കി കളയരുത്. இதை சாதாரணமாக நினைக்க ഈ கூடாது. വചനങ്ങൾ തരുന്ന ഞായറാഴ്ച ദിവസം നിങ്ങൾ ഇത് വിട്ടിട്ട് 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഉണ്ടാക്കാൻ പോകരുത്. இந்த വചനങ്ങളെ കേൾക്കக்கூடிய നേരത്തെ വീണാക്കി നിങ്ങൾ നിങ്ങളുടെ മക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഈ മാതൃകാ ജീവിതമാണ്. இந்த நீங்கள் உங்கள் மக்களுக்கு கொடுக்கக்கூடிய பாக்கியமான அனுபவம். ഇത് കളഞ്ഞിട്ട് ഞായറാഴ്ച ജോലിക്ക് പോയി സമ്പാദിക്കാൻ പോയാൽ ആ കുടുംബം ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. இதை விட்டு நீங்கள் ஞாயிற்றுக்கிழமை வேலைக்கு போனால் அந்த குடும்பம் சரியாமல், പേരൻസിന്റെ ബുദ്ധി അപരമായിരിക്കുന്നെങ്കിൽ, പേരൻസിന്റെ ബുദ്ധി മന്ദമായിരിക്കുന്നെങ്കിൽ பெற்றோருடைய புத்தி மந்தமாக இருக்கும். മക്കള് പറഞ്ഞു കൊടുക്കണം, പപ്പ മമ്മി ഈ ഇത് ഞായറാഴ്ച ആരാധന ഇല്ലാതെ സമ്പാദിക്കാൻ ഞങ്ങൾക്ക് വേണ്ട. அப்பா அம்மா ஞாயிற்றுக்கிழமை சம்பாத்தியம் உங்களுக்கு வேண்டாம். ഞങ്ങൾ ഞായറാഴ്ച ദിവസം സമുദായക്കാര് കത്തോലിക്കര് യാക്കോബായ സമയത്തിൽ நாங்கள் கத்தோலிக்கரா யாக்கோபா சமுதாயத்தில் இருந்த பொழுது ഞങ്ങളുടെ ആളുകൾ ആരും കടവുറക്കത്തില്ല, ഞായറാഴ്ച കടവുറക്കത്തില്ല. எங்களுடைய ஆட்கள் யாரும் ஞாயிற்றுக்கிழமை പള്ളിക്കാരായിരിക്കുന്ന കാലത്തിൽ பள்ளிக்கு போகிறவர்களா இருக்கும் பொழுது ഈ വെളിപ്പാട് പെന്തക്കോസ്തുകാർക്കുണ്ടോ? இந்த தரிசனம் பெந்தகோஸ்து ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പലരുടെയും മന്ദബുദ്ധികളായി മാറുകയാണ്. இப்பொழுது பலரும் மந்தபுத்திகளாகி விட்டார்கள். ദൈവത്തിന്റെ മഹത്വം കൊടുക്കണം. தேவனுக்கு ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. முதலிடம் கர்த்தருக்கு. അങ്ങനെ കൊടുത്തപ്പോൾ அப்படி கொடுத்த അവരുടെ കണ്ണുകളെ കർത്താവ് തുറന്നു. அவருடைய കണ്ണുകൾ വായിക്കാം. അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അത് വായിരേ. അവൻ അപ്പം എടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നത്. നാം അന്ധകാരത്തിലിരിക്കുകയാണ്. നാം അന്ധകാരത്തിലിരിക്കുന്നു. എങ്ങനെ? എപ്പടി? 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 4-ാം അധ്യായം 4-ാം വചനത്തെ വായിക്കുമ്പോൾ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം தேவனுடைய கிருபையினால் மகிமையிலே ശോഭിക്കാതിരിപ്പാൻ அது பிரகாசிக்காமல் ഈ ലോകത്തിന്റെ ദൈവം இந்த ഉലകത്തിൻ അധിപതി അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അവിശ്വാസികളുടെ ഹൃദയത്തെ ഈ കുരുടാക്കി. ലോകത്തിന്റെ ജ്ഞാനം, இந்த உலகத்தின் ஞானம், ദൈവസത്യങ്ങളെ അന്വേഷിക്കുന്നതിന് പകരം தேவனுடைய சத்தத்தை தேடுவதற்கு യൂട്യൂബിലും നെറ്റിലും തിരിഞ്ഞ് യൂട്യൂബിലെ നെറ്റിൽ കാണുന്നവന്റെ എല്ലാം പ്രസംഗം കേട്ടും, பார்க்கிறவருடைய பிரசங்கங்களை കാണുന്നവന്റെ പ്രസംഗം കേട്ടും பார்க்கிறவருடைய കാണുന്ന ലോകജ്ഞാനവും പ്രാപിച്ച് காண்கிற உலக ஞானத்தை ദൈവത്തിൽ നീ അന്യപ്പെടുക എന്ന് ഓർത്തോളം தேவனை விட்டு தூரமாக നിന്റെ കണ്ണ് കുരുടായിക്കൊണ്ടിരിക്കുകയാണ്. உங்களுடைய கண்கள் குருடாகிறது. എന്നാൽ ദൈവത്തിന്റെ വചനവും தேவனுடைய வசனம், വാഗ്ദത്തവും കേട്ടപ്പോൾ தேவனுடைய வாக்குத்தத்தத்தை ഇവരുടെ കണ്ണ് തുറന്നു. அவருடைய கண்கள் திறந்தது. ആ കണ്ണ് തുറന്നപ്പോൾ அந்த കண்കൾ വായിക്കാം. അവരെന്ത് ചെയ്തു? അവൻ അവർക്ക് അപ്രത്യക്ഷനായി, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം നമുക്കുള്ളിൽ ഈ ദൈവത്തിന്റെ വചനം, இந்த தேவனுடைய வார்த்தை, ഈ ശക്തി നമ്മളെ കത്തിക്കുന്നതാണ്. இந்த வல்லமை நம்மை எரிய செய்கிறது. അവരുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടേയിരുന്നു. അവരുടെ ഹൃദയത്തിൽ കൊളുന്തു വിട്ടേ. വായിക്കാം. എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ ആ നാഴികയെ തന്നെ നോക്കണം. அப்பொழுதே அவர்கள் எழும்பி യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് 8 മൈലുണ്ട്. எம்மாவூருக்கு எருசலேமுக்கு 8 மைல், 12 കിലോമീറ്റർ രാത്രിയിൽ അങ്ങോട്ട് നടന്നു. 12 കിലോമീറ്റർ திரும்ப நடந்தார்கள். നോക്കണം, കണ്ണു തുറന്നപ്പോൾ കണ്ണു തുറന്ന പൊழுது രാത്രിയിൽ അതേ 12 കിലോമീറ്റർ തിരിച്ചു വരുന്നു. അത് ഇരവ് നേരത്തിൽ 12 കിലോമീറ്റർ. ഞാൻ വണ്ടിപ്പെരിയാറിലായ സമയത്ത് വണ്ടിപ്പെരിയാറിൽ ഇരിക്കുമ്പോൾ അവിടെ ബൈബിൾ ക്ലാസ് ഒന്നും ഇല്ല. അങ്ങ് ബൈബിൾ ക്ലാസ് ഇല്ലേ. കാത്തിരിപ്പയോഗത്തിന് അങ്ങനെ ചുരുക്കം പേരേ ഉള്ളൂ. കാത്തിരിപ്പ് കൂട്ടത്തിൽ കൊഞ്ചം പേർ വരുവാர்கள். പക്ഷെ വചനം കേട്ട് അന്നത്തെ ജനങ്ങളുടെ കണ്ണു തുറന്നപ്പോൾ, വചനം കേട്ട് അങ്ങനെയുള്ള ജനങ്ങൾ കണ്ടു, ഈ മേപ്പരട്ട് വന്നു നിങ്ങളുടെയൊക്കെ അപ്പന്മാരുൾപ്പെടെ, உங்களுடைய பெற்றோர்கள் உட்பட மேற்பரட்டிலிருந்து കൂട്ടമായിട്ട് അവിടെ ബൈബിൾ ക്ലാസ്സിന് വരും. കൂട്ടமாக വേദാമ വകുപ്പ് വരുവാர்கள். ഈ ബാബുച്ചാനും ഒക്കെ ഉണ്ട്. ഇത് പിന്നെ പ്രിന്റുവിന്റെ അപ്പൻ ഉൾപ്പെടെ. പ്രിന്റുവിന്റെ അപ്പൻ, നിന്റെ അപ്പൻ, പ്രിന്റുവിന്റെ താപ്പനാർ
താപ്പനല്ല വല്യപ്പൻ. தாத்தா പ്രിന്റുവിന്റെ വല്യപ്പൻ, ഇവന്റെ അപ്പൻ വല്യപ്പൻ അല്ലേ, ഇവന്റെ വല്യപ്പൻ പ്രിന്റുവിന്റെ അപ്പൻ. ஃப்ரெண்டோட தாத்தா ഇല്ലല്ല, പ്രിന്റുവിന്റെ അപ്പൻ. ஃப்ரெண்டோட அப்பா അവരെല്ലാം കൂടെ ചൂട്ടുകറ്റം കത്തിച്ചാണ് തിരിച്ചു പോകുന്നത്. அவர்கள் பந்தத்தை பறித்து கொண்டு வருவார்கள். ഇന്ന് 1.5 കിലോമീറ്റർ ചുറ്റിക്കടന്നിട്ടും இவ்வளவு இங்க 1.5 കിലോമീറ്റർ ഈ ചില ചാരത്തിൽ കിടക്കുന്ന പൂച്ചകളെ പോലെ ചില പുള്ളികൾക്ക് ഞങ്ങൾക്ക് എന്തിനാ, ഞങ്ങൾ എത്ര കണ്ടതാ അല്ലേ, ഞങ്ങൾ എത്ര കേട്ടതാ, വരുന്നുണ്ടാ മക്കളെ, പുറകെ നിന്നെയൊക്കെ കത്തിക്കാൻ ചൂടാക്കാൻ വേറെ ആളുകൾ വരുന്നുണ്ട്. മറന്നു വരുന്നത്. അവൻ വരുമ്പോഴാണ് നിനക്കൊക്കെ ചൂടാ. അത് ഹൃദയത്തിലല്ല കത്തുന്നത്, പിന്നെ സീറ്റിലാണ് കത്തിക്കുന്നത്. ഈ റോക്കറ്റ് കാര്യം പറഞ്ഞ പോലെ മൂട്ടി കത്തിക്കുന്ന പരിപാടി സൂക്ഷിച്ചോണം കേട്ടോ. ഇന്നത്തെ സമയമെല്ലാം കിടന്ന് ആ സമയം കൂടെ 10 രൂപ 8 മണിക്ക് അടച്ചാൽ 7 മണിക്ക് 7:30 അടച്ചാൽ നഷ്ടം പോലും. അന്നത്തെ കച്ചവടം മതി നോക്കണം. ബുധനാഴ്ച അല്ലല്ല, ഇല്ല, കുറച്ചുകൂടെ ഉണ്ടാക്കണം. കത്തിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മൂട്ടിലിട്ട് കത്തിക്കുന്ന സമയം വരുന്നുണ്ട്. ഞാനിത് ശാപം പറയല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യം പറയാം. ദൈവവചനം കൊണ്ട് കത്തിച്ചോണം. കത്തിച്ചപ്പോൾ 8 വട്ടം അല്ലെങ്കിൽ 16, അതായത് 24 കിലോമീറ്ററാണ് ഒരൊറ്റ ദിവസം നടന്നത്. എങ്ങനെ സാധിക്കുന്നു? വചനം ക്രിയണം. ദ്രവ്യാഗ്രഹമെല്ലാം മാറണം. ദ്രവ്യാഗ്രഹം, സകലവിധം, ലോകജ്ഞാനം, ശത്രുത്വം, ഇതുകൊണ്ട് പോയാൽ എവിടെ സന്തതികൾ പോലും ശരിപ്പെടത്തില്ല. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, കുറെ സമ്പാദിച്ച് കൂട്ടി 2 നിലയും പണിത് 3 നിലയും പണിത് ഇപ്പം അവിടെ വെയ്ത്തൊക്കെ കണ്ടില്ല. പണ്ട് വാടക വീട്ടിലും ഓലക്കീറിലും അന്നൊക്കെ ഉള്ള അനുഭവങ്ങൾ ഇന്ന് വല്ലതും. ഇന്ന് മെസ്സയ്ക്ക് മാറി മാർബിളം, അന്തം കുടച്ചകരം ഇല്ലെന്ന് വേണ്ട. കട്ടപ്പനെ പോലെ AC റൂമാണ്, അല്ലെങ്കിൽ ഇടുക്കിയിൽ എന്തിനാണ് AC റൂം? എല്ലാം ഉണ്ട്, വയ്യ. എന്റെ പ്രാണൻ, എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് നോക്കി പോകും. പക്ഷേ യോസേപ്പിന്റെ വചനം കാർന്നവരെ ഉയർപ്പിച്ചപ്പോൾ 117-ാമത്തെ വയസ്സിൽ കാർന്നവർ പറയുന്നു, മതി, യോസേപ്പ് ജീവനോടിരിക്കുന്നു, ഞാൻ പോയി കാണും. കണ്ണുകൾ തുറക്കട്ടെ. കണ്ണടഞ്ഞിരുന്നാൽ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. എലീശാ പ്രവാചകൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകളെ തുറക്കണമേ. വായിച്ച 17-ാം വാക്യമാണ്, വായിക്കാം. പിന്നെ എലീശാ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. പിന്നെ യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും. ഇവരുടെ കുതിരകള് മാംസക്കുതിരകളാണ്. അല്ലെങ്കിൽ തടി കൊണ്ടുള്ളതായ ഇരുമ്പ് കൊണ്ടുള്ള രഥങ്ങളാണ്. എലീശ പ്രാർത്ഥിച്ചപ്പോൾ അവൻ ആത്മാവിൽ കാണുകയാണ്. അവിടെ മലകളെല്ലാം നിറഞ്ഞെന്നല്ല എൻ്റെ അർത്ഥം. അവന് ആത്മാവിൽ ദർശനം കാണിച്ചു കൊടുത്തു. ഇതാ മലകൾ മുഴുവനും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. സഖറിയാപ്രവചനം 2-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ അവർക്ക് തീ മതിലായിരിക്കും. ഈ വിശ്വാസമുള്ളവര് ഈ നാളിൽ രക്ഷപ്പെടും. വിശ്വാസം കളഞ്ഞവര് അയ്യോ വിളിച്ച് ജീവിക്കേണ്ട ഒരു കാലം വരാൻ പോവുകയാണ്. അത് നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വായിക്കാം. 1 യോഹന്നാൻ 4:4, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. മറ്റെല്ലാവിധമായ ദുഷ്ടശക്തികളും അവിശ്വാസവും നീങ്ങിപ്പോട്ടെ. വായിച്ചേ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ല. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, ഒന്ന് മുട്ടുമേലിരിക്കുക. കർത്താവേ, എന്റെ അവിശ്വാസത്തെ നീക്കണമേ. എന്റെ കണ്ണുകളെ തുറക്കണമേ. യേശുവേ, എന്റെ കണ്ണ് തുറക്കണമേ.
ഞാൻ എമ്മൂസിലേക്ക് പോകേണ്ടവനല്ല, நான் எம்மாவூருக்கு போகிறவன் அல்ல, ഞാൻ യെരൂശലേമിലേക്ക് വരേണ്ടവനാണ്. எருசலேமுக்கு திரும்பி അവിടെയാണ് എൻ്റെ വാസസ്ഥലം. அதுதான் என்னுடைய வாசஸ்தலம். നമ്മുടെ കണ്ണുകളെ തുറന്നാൽ என்னுடைய കണ്ണുകളെ എല്ലാ ക്ഷീണവും മാറും, எல்லா பலவீனமும் நீங்கும், എല്ലാ പ്രയാസവും മാറും. எல்லா കഷ്ടവും മാറും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നവൻ യേശുവേ നോക്കി വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നവൻ യേശുവിന്റെ മുൻപിലുള്ളതാ. പതറിടാതെ സ്ഥിരതയോടെ ഓട്ടമോടി തികച്ചുവാൻ, പതറിടാതെ സ്ഥിരതയോടെ ഓട്ടമോടി തികച്ചിടാൻ അവലേറുന്നേ. നിൻമുഖമെത്രയോ ശോഭയോ കാണുന്നു മുൻപിലായി യേശുവേ, നിൻമുഖ